വെയിലാറി നിഴൽ കാണാതാകുവോളം നമുക്ക് മൂറിൻ മലയിലും കുന്നിലും ചെന്നിരിക്കാം. എന്റെ പ്രിയ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ ഒരു ഊനവുമില്ല. ലബാനോനെ വിട്ട് എന്നോടുകൂടെ പോരുക. അമാനാമുകളും ശനീർ ഹർമോൻ കൊടിമുടികളും പുലികളുടെ താഴ്വരകളും വിട്ട് കർത്താവിന്റെ തങ്ക മണവാട്ടിയെ കറ വാട്ടം ചുളുക്കം ക്ഷയം മാലിന്യമില്ലാതെ തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്തു ധരിച്ച കർത്താവിന്റെ തങ്ക മണവാട്ടിയെ പാറയുടെ വിടവിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാണനാഥന്റെ തങ്കപ്രാവേ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ, നിന്റെ മുഖമൊന്ന് കാണട്ടെ. അങ്ങ് പുറകറ്റവരെ സ്തോത്രത്തിൽ ജാഗരിക്ക്. ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു കൺവെൻഷനൊന്നുമല്ല വിഷയം. എനിക്കിന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇരുന്നോണ്ടൊന്നും കേൾക്കത്തില്ല. പിന്നെ നിങ്ങൾ ഇരുന്നിട്ടൊന്ന് എഴുന്നേറ്റാൽ പിന്നെ തിരിച്ചിരിക്കാനും പറ്റത്തില്ല. അതെന്താ? നിങ്ങൾ എഴുന്നേക്കുമ്പോൾ നിങ്ങളുടെ കസേരയ്ക്ക് തീ പിടിക്കും. ആമേൻ. ഇപ്പൊ ആൾക്കാർക്ക് തീ പിടിക്കല്ല, ആമേൻ, കൃപയുള്ളവൻ ഇരിക്കുന്ന കസേരയ്ക്ക് തീ പിടിക്കുക. എഴുന്നേറ്റില്ലെങ്കിൽ നീ കത്തും, അവിടെ ഇരുന്ന് കത്തും നീ. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ കരം വെളിപ്പെടുകയാ. ഓർത്തോ, ഇന്ത്യയുടെ തെക്കേ മണ്ണായ കേരളത്തിൽ നിന്ന് അതിന്റെ തെക്കേ മൂലയായ തിരുവനന്തപുരം ഉൾപ്പെടെ 10,000-കണക്കിന് പുതിയ തലമുറയിലെ തീ പിടിച്ചവരുടെ ഒരു മാർച്ച് നടക്കാൻ പോകുകയാ. ഓ, ഈ ഒരു കൺവെൻഷൻ അതിന്റെ ഒരു തുടക്കമാ. എന്റെ കൂടെ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? നിന്റെ വണ്ടി ഈ അനന്തപുരിയിലൂടെ യാത്ര ചെയ്താൽ നിന്റെ വണ്ടിയുടെ കാറ്റടിക്കുന്നിടത്ത് ഭൂതങ്ങൾ അലറിയോടുന്ന സ്ത്രൈണ സ്വഭാവമുള്ള അനന്തപുരി അടക്കി ഭരിക്കുന്ന സ്ത്രൈണ സ്വഭാവമുള്ള ഭൂതങ്ങളെ വാക്കുകൊണ്ട് മലർത്തിയടിക്കുന്ന എന്റെ കൂടവാ, എന്റെ കൂടവാ. ആമേൻ. അധികാരം നാവിന്മേൽ തന്ന് അധികാരം കൊണ്ട് അനന്തപുരിയെ നേടുന്ന ആത്മാവിന്റെ അഗ്നി പിടിച്ചവർ, തീ പിടിച്ചവർ ഇന്ന് രാത്രി കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ചെറിയ കാര്യത്തിനല്ല ഇവിടെ തുടക്കമിട്ടത്. കരകുളത്ത് നടക്കേണ്ട കൺവെൻഷൻ പോളിയോ ഹോമിലേക്ക് മാറിയത് ആരും അറിയാതെയല്ല. ആ റോഡിൽ ഇപ്പോൾ ഒരു പണി നടക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാ. ഒരു കാര്യം ഓർത്തോ, ആമേ, തമ്പുരാൻ എല്ലാത്തിനും ഒരു അപ്ഡേഷൻ ഉണ്ട്. ആമേ. ഹാബേല് മരിച്ചാൽ തീരില്ല, ഒരു ശേത്ത് വരും. ശേത്ത് കഴിഞ്ഞാൽ തീരില്ല, ഒരു ഏനോസ് വരും. ലോകം മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞാലും അതിന്റെ നടുവിൽ ഒരു നോഹ എഴുന്നേൽക്കും. നോഹ കൊണ്ട് തീരില്ല, ഒരു ശേം വരും, ഒരു ഹാം വരും, ഒരു യാബേത്ത് വരും. അവിടെ കൊണ്ടും തീരില്ല. തേരകന്റെ മകനെ അബ്രഹാം വിഗ്രഹങ്ങളെ ഉടച്ചിറങ്ങി വരുന്നുണ്ട്. കൃപയുള്ളവർ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്, ഒരു അപ്ഡേഷൻ. ഈ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഈ നിൽക്കുന്നവരുടെ മക്കൾ ഉൾപ്പെടെ ഒരു തലമുറ അനന്തപുരിയിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്, കേരളത്തിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. തീ പിടിച്ചവരുടെ വമ്പൻ സമ്മേളനങ്ങൾ നടക്കാൻ പോവുക. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അഭിഷക്തനെ എഴുതിയിട്ടോ, എന്റെ പേര് കെ എബ്രഹാം. ദൂത് മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ ബൈബിളിന്റെ അവസാനത്തെ പേജിൽ എഴുതിയിട്ടോ. ആ ദൂത് പറയാൻ പോവാ. ഓർത്തോ, ഈ തിരുവനന്തപുരത്ത് ചില കൺവെൻഷനുകൾ നടക്കും, ചില ക്രൂസൈഡുകൾ നടക്കും. പക്ഷെ ആ ക്രൂസൈഡുകൾ ആശീർവാദം പറയത്തില്ല. കേരളത്തിന്റെ 14 ജില്ലകളിലുള്ളവർ ഈ തിരുവനന്തപുരത്ത് വണ്ടി പിടിച്ചു വരുന്ന, ഇവിടെ വണ്ടി പിടിച്ചു വരുന്ന അത്ഭുതങ്ങളുടെ ദിനരാത്രങ്ങൾ, റിവൈവൽ. ആമേൻ. ചൂടമാക്കമാന സീബല അർക്കജംഭമാന ധീരല അടകസാദരം ഖമേനവ. ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് തീ കത്തുന്നവരുടെ ഒരാത്മ മണ്ഡലം തുറക്കുകയാ. ആമേൻ, ആമേൻ. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ സ്തേഫാനോസിനെ കൊല്ലുന്നത് വരെയൊക്കെ ദൈവം പൗലോസിനെ വിടും. നിങ്ങൾക്ക് തോന്നുന്നില്ലേ പൗലോസിനെ 10 കൊല്ലം മുമ്പ് ദൈവം രക്ഷിച്ചിരുന്നെങ്കിൽ സ്തേഫാനോസെങ്കിലും മരിക്കത്തില്ലായിരുന്നു? അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ?
പൗലോസിനെ ദൈവം നേരത്തെ പിടിച്ചിരുന്നെങ്കിൽ സ്തേഫാനോസ് മരിക്കുമോ ഷേജു? അല്ലെന്ന്. പൗലോസിനെ നേരത്തെ പിടിച്ചിരുന്നെങ്കിൽ സ്തേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്നവനല്ലേ ശൗല്. ഓർത്തോ? ആമേൻ. ഇനിയിപ്പം അങ്ങനെയാണ് ജയദാസിന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കാണാത്ത കൊണ്ടാണ് യേശു നമ്മളോട് ചോദിക്കാതിരുന്നത്. പ്രൈസ്. കണ്ടിരുന്ന് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളായിരുന്നു. പ്രൈസ്. കൃപയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഓർത്തോ, സ്തേഫാനോസ് മരിക്കുന്നത് വരെ എന്താ ദൈവമേ നീ ഭാരതത്തിൽ ഒന്നും ചെയ്യാത്തത് എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ, കല്ലെറിഞ്ഞവനെ അല്ല ദൈവം തൊട്ടത്, കല്ലെറിഞ്ഞവരുടെ വസ്ത്രത്തിന് കാവലിരുന്നവനെയാ. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാ. ആമേൻ. ഇന്ത്യ മഹാരാജ്യത്ത് മന്ത്രിമാർ, MP-മാർ, MLA-മാർ, IAS-കാർ ഇത് ഓൺലൈനിൽ കേൾക്കുക, കുറിച്ചു വച്ചു. നാളെയുടെ നീളകളിൽ വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് ഇന്ത്യയിൽ തീ പിടിച്ചവരായി യേശുവിനെ ഉയർത്തുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നുവെന്ന് ഈ കൺവെൻഷൻ ഒരു സൂചനയായി ഇന്ന് രാത്രി തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെക്കുകയാ. കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ചോ? യെസ്, ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിങ്ങളിൽ ചിലർ പറയുന്നത്, ആമേൻ, എനിക്ക് വില്യംസിനെ പോലെ പാടാൻ അറിയില്ല, അടൂർ സന്തോഷിനെ പോലെ പാടാൻ അറിയില്ല, രാജിയെ പോലെ പാടാൻ അറിയില്ലെന്നും സഹോദരി പറയുന്നു. കെ എബ്രഹാമിനെ പോലെ പ്രസംഗിക്കാൻ അറിയില്ല, ടിനു ജോർജിനെ പോലെ പ്രസംഗിക്കാൻ അറിയില്ല. സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നു, പാനപാത്രവാഹകന് മതിൽ പണിയാനായിട്ട് കൽപ്പണിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പക്ഷെ ഓർത്തോ, നീ പാനപാത്രവാഹകനാണെങ്കിലും നിന്നെ കൊണ്ട് മതിൽ പണിയിക്കും. നിനക്ക് അറിയാമോ അറിയത്തില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നിനക്ക് പ്രസംഗിക്കാൻ അറിയണ്ട, പക്ഷെ നിന്റെ അകത്തൊരു എഞ്ചിനീയർ ഉണ്ടെന്ന് എന്റെ ദൈവത്തിന് അറിയാം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. കാക്ക എപ്പോഴാ വരുന്നതെന്നും പറയത്തില്ല, കാക്ക എപ്പോഴാ പോകുന്നതെന്നും പറയത്തില്ല. ഇതൊരു വല്ലാത്ത ഏർപ്പാടാണ്. ഏലിയാവിനോട് കാക്ക എപ്പോഴാ വന്നതെന്നും പറഞ്ഞില്ല, ഇനി ഇന്ന് മുതൽ വരുത്തില്ലെന്നും പറഞ്ഞില്ല. ഒരു കാര്യം മനസ്സിലും ഓർത്തു, എപ്പോഴേലും വരട്ടെ, എപ്പോഴേലും പോട്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഇന്ന് രാത്രി പറഞ്ഞ വാക്യം വായിക്കാൻ പോവാ. ആമേൻ. ഏലിയാവേ, വന്നോണ്ടിരുന്ന കാക്ക നിന്നാൽ. ആമേൻ. ഈയിടെ എന്നോട് ഒരാൾ ചോദിച്ചു, ഏലിയാവിന് എന്തിനാ കാക്കയുടെ ചുണ്ടൽ അപ്പം കൊടുത്തതെന്ന്. 3.5 കൊല്ലം പട്ടിണി കിടക്കുന്നവരെ നടുക്കൂടെ ഒരു മനുഷ്യൻ അപ്പവും കൂടെ നടന്നു പോയാൽ അപ്പവും കാണുകയില്ല, അവനും ജീവനോടെ കാണുകയില്ല. പ്രൈസ്. അതുകൊണ്ട് പാസ്റ്റർക്ക് കൊടുത്തപ്പോൾ ക്രോ എയർലൈൻസിൽ ഫ്ലൈറ്റിലാണ് കൊടുത്ത. പ്രൈസ്. കൃപയുണ്ടേ ആരാധിക്കുക. അമ്മേ, ഇത് കൃപയുണ്ടേ ആരാധിക്കുക. തമ്പുരാൻ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ അർത്ഥം അറിയാൻ മേലാതെ നമ്മൾ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ബഹുമാനപ്പെട്ട ഏലിയാവേ, ആമേൻ, കാക്ക വന്നില്ല. ഞങ്ങൾക്ക് ഇന്ന് രാത്രി കണ്ടത് എന്തിനാണ് ചില ബ്ലോക്കുകൾ വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഞാനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ചില വെളിപ്പാടുകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. എന്തിനാ ചില ബ്ലോക്കുകൾ? നിന്റെ സാമ്പത്തിക മേഖലയിലാകാം, നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിലാകാം, ചില യൂണിവേഴ്സിറ്റി അഡ്മിഷനുകളുടെ വിഷയമാകാം, ചില ആത്മീയ ശുശ്രൂഷകളിലാകാം. എന്താ ചില ബ്ലോക്ക് വരുന്നത്? എഴുതിയിട്ടു. വല്ലവൻ്റെ മേശപ്പുറത്ത് കലത്തിലിരുന്ന മാവെടുത്ത് കുടച്ച് കണ്ടവൻ്റെ കൈ കൊണ്ട് കുടച്ചുണ്ടാക്കിയ അപ്പം കാക്കയുടെ ചുണ്ട കൊടുത്ത് വിട്ട 3.5 കൊല്ലം അതൊരു ശുശ്രൂഷയായിരുന്നു. എന്നാൽ എന്നും അങ്ങനല്ല, അതിനൊരു അപ്ഡേഷൻ ഉണ്ട്. ഒരു ബ്ലോക്ക് വന്നാൽ, ഒരു തടസ്സം വന്നാൽ അതിനപ്പുറത്ത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്നോ. പോരാ കേട്ടോ, ഇത് പോരാ. റിസീവ് ദ പ്രൊഫസി. ഇപ്പോഴത്തെ നിന്റെ ബ്ലോക്ക് അതിനപ്പുറത്തൊരു വിടുതലിനാ, അതിനപ്പുറത്തൊരു ശുശ്രൂഷയ്ക്ക യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. അതിനപ്പുറത്തൊരു ശുശ്രൂഷ, അതിനപ്പുറത്തൊരു വിടുതലാ. യെസ്. ഏലിയാവേ, കാക്കയല്ലേ നിന്നുള്ളൂ, വന്നുകൊണ്ടിരുന്ന കാക്കയല്ലേ നിന്നുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ കാക്ക അയച്ചവൻ ഉണ്ടല്ലോ.
ആമേൻ. കാക്കയുടെ നമ്പറില്ല ഏലിയാവിൻ്റെ കയ്യിൽ. കാക്കയുടെ കൂടെ സെൽഫിയും പുള്ളി എടുത്തിട്ടില്ല. പക്ഷെ ഏലിയാവിൻ്റെ മുഖത്തോടൊന്ന് നോക്കിയേ. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മുഖത്തോട് നോക്കിയാൽ മതി. ഇതാ ഏലിയാവ്. എന്താണെന്നറിയോ ഈ സന്തോഷം? കാക്കയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല, കാക്കയുടെ കൂടെ സെൽഫി എടുത്തിട്ടില്ല. പക്ഷെ കാക്ക അയച്ചവൻ്റെ നമ്പറുണ്ട്. അവൻ്റെ കയ്യിൽ കോടിക്കണക്കിന് വേറെ കാക്കയുണ്ട്. അവൻ്റെ കയ്യിൽ കോടിക്കണക്കിന് വേറെ കാക്കയുണ്ട്. ഇന്ന് രാത്രി ചില ബ്ലോക്കുകൾ വന്നവർ ഇന്ന് രാത്രി ദൂതം ഏറ്റെടുത്തു. ആമേൻ. ഞാൻ സ്വർഗത്തിലെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാ. കുറച്ച് മണി ഓർഡറും കുറച്ച് എഴുത്തും കുറച്ച് രജിസ്റ്ററൊക്കെ ആയിട്ട് വന്നിരിക്കുക. ആമേൻ. പോസ്റ്റ് ഓഫീസ് സ്വർഗത്തിലാണ്, ഞാൻ പോസ്റ്റ്മാനാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇനി നിങ്ങൾ തലയും കുത്തിയൊന്ന് ഉപയോഗിച്ചാലും യേശു വരില്ല. കാരണം 33.5 കൊല്ലം ഉള്ളായിരുന്നു യേശുവിൻ്റെ പ്രോട്ടോക്കോൾ. വന്നു, പറഞ്ഞ കാര്യം ചെയ്തു, പോയി. ഇനി നിങ്ങൾ വിളിച്ചാൽ യേശു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയില്ല. പിന്നെ യേശുവിനെ കാണണോ, യേശുവിനോട് പറഞ്ഞ കാര്യത്തിന് മറുപടി കേൾക്കണോ, എന്നെ നോക്കിയാൽ മതി. പ്രൈസലോ. എന്നെയാ വിട്ടേക്കുന്നത് മറുപടി പറയാൻ വേണ്ടി. കർത്താവ് പറഞ്ഞു, കാര്യസ്ഥൻ നിന്റെ മേൽ വന്നാൽ, റിസീവ് ചെയ്ത മെസ്സേജ്, കാര്യസ്ഥൻ നിന്റെ മേൽ വന്നാൽ ഞാൻ ചെയ്തതിൽ വലിയത്, ഞാൻ ചെയ്തതിൽ അധികം നീ ചെയ്യും. നീ ചെയ്യും. പോകാം നമുക്ക്. ഏലിയാവേ, ഒരു ദൂത് പറയാനുണ്ട്. മുകളിൽ നിന്നുള്ള വെള്ളം നിന്നാൽ തമ്പുരാന് ഒരു പദ്ധതിയുണ്ട്, താഴെ നിന്നുള്ള വെള്ളം തുടങ്ങും. ആമേൻ. സ്തോത്രം. 100% വെള്ളം കയറിക്കിടന്ന ഈ മണ്ണ് ഇന്ന് പോളിയോഹോമായതും നെല്ലും വാഴയും കാച്ചിലും ചേനയും ചേമ്പും ഇന്ന് കാണുന്ന ഐറ്റംസൊക്കെ ഉണ്ടാകാൻ കാരണം ഒരു 24% മണ്ണ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. 76% ഇപ്പോൾ വെള്ളമുണ്ട്, 7 സമുദ്രങ്ങളും നദികളും എല്ലാം കൂടെ. പക്ഷെ 100% വെള്ളമായിരുന്നു. പക്ഷെ നമുക്ക് ചവിട്ടി നിൽക്കാൻ ഇച്ചിരി മണ്ണ് വേണമല്ലോ എന്ന് തീരുമാനിച്ച് തമ്പുരാൻ 24% വെള്ളം അതിൽ നിന്നെടുത്ത് കുറച്ച് ആകാശത്തിൽ കെട്ടി നിർത്തി, കുറച്ച് ഭൂമിക്കടിയിൽ ആഴിയുടെ ഉറവകളിൽ വെച്ചു, കുറച്ച് തമ്പുരാൻ ഐസാക്കി ഹിമാലയത്തിലും അന്റാർട്ടിക്കയിലും വെച്ചു. കുറച്ച് വെള്ളമെടുത്ത് നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും വാതകങ്ങളാക്കി അന്തരീക്ഷത്തിൽ നിർത്തി. എന്നിട്ടൊരു 24% മണ്ണുണ്ടാക്കി നമുക്ക് തന്നു. ഇനി അടുത്ത ദൂത് പറയാം. പരിശുദ്ധാത്മാവ് എന്തിനാ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചെന്നറിയാമോ? നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിന്റെ പേരിൽ പട്ടയം എഴുതി തരാൻ. നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിന്റെ പേരിൽ പട്ടയം എഴുതി തരാൻ. വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് എന്തിനാ പരിവർത്തിച്ചതെന്ന് ഇതുവരെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ. ഒരു ദൂതൂടെ പറയാ. അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയിരിക്കുന്നത്. റിസീവ്. അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയിരിക്കുന്നത്. നിന്നിൽ നിന്ന് ചിലത് പുറത്തു വരാനുണ്ട്. അഭിഷേകം നിന്റെ മേൽ അടയിരിക്കുക. അഭിഷേകം നിന്റെ മേൽ പൊരുന്നിരിക്കുക. നിന്റെ അകത്തുനിന്ന് ചിലത് പുറത്തു വരാനുണ്ട്. റിസീവ് ദ പ്രൊഫസി. അത് എന്നോടാ ദൂതെന്ന് പറ. ആമേൻ. ആമേൻ. പോസ്റ്റ്മാനെ ബഹുമാനിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. കാരണം ചിലർ മണി ഓർഡറും കൊണ്ട് വന്നാൽ ഇപ്പോഴും കിടന്നുകൊണ്ടേ മേടിക്കുകയുള്ളൂ. എന്നാൽ ചിലർ എഴുന്നേറ്റ് നിന്ന് മണി ഓർഡർ മേടിക്കുന്നവർക്കായി സ്തോത്രം. പോസ്റ്റ്മാനാന്ന് പറഞ്ഞല്ലോ. പോസ്റ്റ്മാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ കട്ടിലെ കിടന്നുകൊണ്ട് അകത്തോട്ട് കയറി വാ പോസ്റ്റ്മാനെ എന്ന് പറയുന്നതല്ല.
ആമേ ആ എഴുത്ത് ഇങ്ങോട്ട് മേടിക്കാൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് തമ്പുരാൻ തന്നുവിട്ടത് ചാടി എഴുന്നേറ്റ് മേടിക്കാൻ തമ്പുരാൻ തന്നുവിട്ടത് ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് മേടിക്കാൻ മനഗതരമ്പല പൗഡബല ജഗദീപന പൗഡാജാന ഒരാബാജേ സബാലേ ഒടാ സത്താലാജ ഒരാബാജേ മാനാന ദീപാന സൗഡാലഗദ ലജ്ജാമാന ഒരാബാ സൗഡാലന്ദ ഓ ജോസേ ലവ ജോസേ ബാബാ സിക്കംബോ ഷേ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാൻ പോവുകയാണ്. വായിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യെസ്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഏത് കാലത്താ? യൗവനകാലത്ത്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും വരും. എനിക്ക് ഇഷ്ടമില്ല എന്ന്. ദുർദിവസങ്ങൾ വരും, ഉറപ്പ്. ഇപ്പൊ വന്നതൊന്നുമല്ല, വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും. എനിക്ക് തിരുവനന്തപുരം ഇഷ്ടമല്ല, എനിക്ക് കേരളം ഇഷ്ടമല്ല, ആമേൻ, എനിക്ക് ഗൾഫ് ഇഷ്ടമല്ല, എനിക്ക് അമേരിക്ക പോകണ്ട എന്ന് നീ പറയുന്ന കാലം വരും. ഞാൻ പറഞ്ഞതല്ല, ബൈബിളിൽ പറഞ്ഞതാ. ആമേൻ, സ്തോത്രം. ഇനി അതിന്റെ തൊട്ടുമോളി 11-ാം അധ്യായത്തിന് 9-ഉം 10-ഉം കൂടെ വായിച്ച് കേൾപ്പിച്ചേ. യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ഹല്ലേലൂയ, എന്ന് അറിയുക. ആമേൻ. ഇന്ന് രാത്രി തിരുവചനത്തിൻ്റെ ഒരു താക്കോൽ വാക്യമായിട്ട് നമ്മൾ ആരംഭിച്ചതാണ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന് 30-31 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ തളരും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും. ഇന്ന് രാത്രികാലം യൗവനക്കാരോടാണ് ദൂത്. അതുകൊണ്ട് 40 വയസ്സായവർ, 50 വയസ്സായവർ, 60 വയസ്സായവരല്ല, 33.5 വയസ്സുള്ള യേശുവിന്റെ പ്രായത്തിലേക്ക് തിരിച്ചു വരണം. നിനക്ക് വേണ്ടി ചങ്കിലെ ചോര തമ്പുരാൻ തന്നത് 90-ാമത്തെ വയസ്സിൽ വടിയും കുത്തി പിടിച്ചോണ്ടല്ല, കാൽവറിയുടെ കുലത്തളത്തിലേക്ക് പോയത്. പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ട് 2000 വർഷമായെങ്കിലും ഇന്നും പരിശുദ്ധാത്മാവിന് പ്രായം ചെന്നിട്ടില്ലെന്നോ, നിന്റെ യൗവനത്തിലെ ആരോഗ്യവും ആ മഹിമയും തേജസ്സും ആ കൃപയും നിന്റെ മേൽ നിലനിർത്തുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഉണ്ടെന്നറിയുന്നവരല്ല ഇന്ന് രാത്രി പറ. ആ കാലേബ് പറഞ്ഞതുപോലെ യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ 80-ാമത്തെ വയസ്സിലും ഈ മല ഞാൻ പിടിക്കും. അവൻ പറ, എൻ്റെ പ്രായം വിഷയമല്ല, തിരുവനന്തപുരം ഞാൻ പിടിക്കും, അവൻ കേരളം ഞാൻ പിടിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ളവരുടെ ആരാധന. യെസ്. യൗവനം ഒരു പ്രശ്നമാണ്, യൗവനകാലം ഒരു പ്രശ്നമാണ്. ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, മരിച്ചുവാന, കഞ്ചാവ്, LSD, പെദഡിൻ, MDMA, മയക്കുമരുന്നുകൾ നിമിത്തം തകർന്ന തെരിപ്പണമായവർ. പിശാചിനറിയാം. നിങ്ങൾക്കറിയാമോ, വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും സർക്കാർ ഓഫീസിലും ഒന്നും അല്ല കൈക്കൂലി ലോകത്തെ പഠിപ്പിച്ചത് ലൂസിഫറാ. നിങ്ങളൊന്ന് സംശയിക്കുമല്ലേ? അവൻ നിന്നെ വശത്താക്കാൻ നിന്റെ കണ്ണിനവൻ കൈക്കൂലി തന്നു. എന്നിട്ട് രസമുള്ള കാഴ്ച കൈക്കൂലി തന്ന് നിന്റെ കണ്ണിനെ അവൻ വശീകരിച്ചു. രസമുള്ളത് നിന്റെ ചെവിക്കകത്ത് തന്ന് കൈക്കൂലി തന്ന് നിന്റെ ചെവി അവൻ വശീകരിച്ചു. ടോട്ടൽ ഒന്നിച്ചു പിടിക്കാൻ പറ്റുകയില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ
ആമേൻ. ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നുപക്ഷം, വിടക്കേണ, അസൂയ, സ്പർദ്ധ, കുശുമ്പ്, കുശൂശുപ്പ്, കണ്ണുകടി, കൂട്ടിപ്പിടിപ്പീര്, ഇങ്ങനെയുള്ള ഐറ്റംസ് തന്ന് നിന്റെ ചെവിയെ അവൻ വശീകരിച്ചു. അവനറിയാം ഏത് പാട്ട് തന്നാ നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ ഇന്ന് രാത്രി പറയുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തിരിക്കുന്നവർ ഓർക്കരുത്. ഇത്രയും നന്നായിട്ട് ആരാധിക്കുന്നത് ഞങ്ങളോട് എന്തിനാ ഇത് പറയുന്നത്? ഇത് ഓൺലൈനിലുള്ളവരോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ എടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇനി കാണേണ്ടതാ. അതുകൊണ്ട് ഇത് സുവിശേഷീകരണം കൂടി ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. പിശാച് എന്താ ചെയ്ത? അവൻ ഇന്റർനെറ്റിനകത്ത് കയറി, യൂട്യൂബിനകത്ത് കയറി നിന്റെ കണ്ണിനെ രസിപ്പിച്ച്, നിന്റെ കണ്ണിനെ അവൻ വശീകരിച്ച്, കണ്ണിന് കൈക്കൂലി തന്ന് കണ്ണവൻ സ്വന്തമാക്കി. എന്താ യവനക്കാരനോട് ചെയ്തത്? ആമേൻ. അവൻ നിന്റെ മൂക്കിന് കൈക്കൂലി തന്നു. ചോദിക്കും, എന്തോ തന്നു? പുറകുവശത്ത് പഞ്ഞി വെച്ച 5 സെന്റിമീറ്ററുള്ളൊരു സാധനം, വലിച്ചു വിടുന്ന സാധനമില്ലേ? ചിലർ പറയും, ഇതൊക്കെയാണോ? ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ പബ്ലിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. 6 അടി പൊക്കമുള്ളവൻ 5 സെന്റിമീറ്ററുള്ള സിഗരറ്റിന് അടിമയല്ലേ? അവനെ പൂട്ടി അവൻ്റെ മൂക്കിന് കൈക്കൂലി കൊടുത്തു. അവൻ സിഗരറ്റ് വേണ്ടാത്തവന് പൊടി കൊടുത്തു. പൊടിയും വേണ്ടാത്തവന് അമേൻ തമ്പാക്കവും അമേൻ മറ്റേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ശംഭു, എല്ലാ പേരും പറയുന്നില്ല. ഇന്ന് രാത്രി അവൻ നിന്റെ നാക്കിന് കൈക്കൂലി കൊടുത്തു. അമേൻ. ചാറ്റിങ്ങും അമേൻ വീഡിയോ കോളുകളും ഫോൺ കോളുകളിലും കൂടി നിന്റെ നാവിന് രസമുള്ളത് പറയിപ്പിച്ച പിശാച് യൗവനക്കാരന്റെ നാക്കിനെ വശീകരിച്ചു. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇത് നോ എന്ന് പറയാനോ എതിർക്കാനോ, എന്നോടത് അങ്ങനല്ലെന്ന് പറയാനോ കൃപയുള്ളവരോ ധൈര്യമുള്ളവരോ ഉണ്ടെങ്കിൽ എന്നെ വിടണ്ട. യൗവനക്കാരാ, നിനക്ക് ബോധിച്ചതുപോലെ നീ നടന്നു. എങ്ങനെ നടന്നു? ചുമ്മാ നടന്നല്ല. നിനക്കതിനൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ നിനക്ക് പ്രായമായപ്പോൾ, നീ യൗവനക്കാരനായപ്പോൾ, ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, നീ യൗവനത്തിലേക്ക് കയറിയപ്പോൾ അവന് മനസ്സിലായി ഇപ്പോൾ നിന്നെ കൈക്കൂലി തരാൻ പറ്റുമെന്ന്. അങ്ങനെ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ആമേൻ നിന്റെ ത്വക്കിന് കൈക്കൂലി തന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകുമോ? മനസ്സിലാകും. എങ്ങനെ കൈക്കൂലൊന്നേ? ആരെ മുട്ടിയാൽ നല്ലതാണെന്ന് പിശാചിന്റെ ചെവിക്കകത്ത് പറഞ്ഞു. അവരോട് നീ പറഞ്ഞു, ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ആമേൻ ആമേൻ. അപ്പൊ പറഞ്ഞു, ഒരു സൈഡിൽ ഇരിക്കണം, കാരണം മുട്ടി ഇരിക്കണം. ഉടനെ കൂടെ വന്ന ആൾ പറഞ്ഞു, നിർബന്ധമില്ല, അപ്പുറത്തിരുന്നാലും കാല് മുട്ടിക്കോളുമല്ലോ. ചിലർക്കൊക്കെ ചിരി വരുന്നുണ്ട്. സാരമില്ല, ഇപ്പൊ രക്ഷിക്കപ്പെട്ടല്ലോ, അത് മതി. അങ്ങനെ ഒരു സന്തോഷമുണ്ടല്ലോ. ഹല്ലേലൂയ. ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ആമേൻ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, അപ്പുറത്തിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നവരുടെ കാലും നിന്റെ വിരലും തമ്മിൽ മുട്ടിയപ്പോൾ പിശാച് നിന്റെ ത്വക്കിന് കൈക്കൂലി തന്നു നിന്നെ വശീകരിച്ചതാണെന്ന് തിരിച്ചറിയാതെ പോയവർ കണ്ണും മൂക്കും നാക്കും ത്വക്കുമെല്ലാം പിശാച് പിടിച്ചു മേടിച്ചപ്പോൾ യൗവനക്കാരെ തളർന്നു, ബാല്യക്കാർ ക്ഷീണിച്ചു. എന്നാൽ അതിന് മറുവശത്ത് അഭിഷേകമുള്ളവൻ, ആത്മാവ് പ്രാപിച്ചവൻ, അവൻ ശക്തിയെ പുതുക്കി അവനൊരു കഴുകനായി മാറി. യെഹെസ്കേൽ എന്ന പ്രവാചകൻ ഇസ്രായേലിന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പേ. യിരെമ്യാ പ്രവചനം എടുക്കാം. യിരെമ്യാ പ്രവചനം അതിന്റെ 16-ാം അധ്യായം, അതിന്റെ 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. യെഹെസ്കേൽ 16:43. യെസ്. നീ നിന്റെ യൗവനകാലം ഓർക്കാതെ, നിന്റെ ഇസ്രായേലിനോട് പറയാം, ഇസ്രായേലേ, നിന്റെ യൗവനകാലം നീ ഓർക്കാതെ ഇവയാലൊക്കെയും എന്നെ കോപിപ്പിച്ചതുകൊണ്ട്. ഇവയാലൊക്കെ, അതെ, ഇവയാന്ന് പറയാനായിട്ട് 16-ാം അധ്യായം നിങ്ങൾക്ക് തന്നു വിടുക. കോപിപ്പിച്ചത് കൊണ്ട് ഞാനും നിന്റെ നടപ്പിന് തക്കവണ്ണം നിനക്ക് പകരം ചെയ്യും എന്ന് യഹോവയായ കർത്താവ്. വായിക്കേണ്ടത് കേട്ടാൽ മതി, ഒന്ന് കുറിച്ച് വെച്ചോ, പിന്നെ വായിക്കാം, കാരണം ഇത് ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷെ ഇത് ഈ യൗവനകാലത്ത് ഇസ്രായേൽ തകരില്ലായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു? 16:8 അത് ചെയ്താൽ മതിയായിരുന്നു. ആമേൻ. 16:8 ഒന്ന് വായിച്ചേ. അത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം. ഞാൻ നിന്റെ അരികെ കൂടി കടന്നു നിന്നെ നോക്കിയപ്പോൾ
നിനക്ക് പ്രേമത്തിന്റെ അല്ല സമയമായി അത് വേണ്ട 14-ാമത്തെ വാക്യം ഒന്ന് വെച്ചേ. 14 വായിച്ചേ. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട്. അതിന് മുകളിൽ ഒരു അമേൻ 16-18. നിന്റെ വിചിത്ര വസ്ത്രങ്ങൾ, നിന്റെ ജനന വസ്തുതയോ 16-13 നിന്റെ ജനന വസ്തുതയോ അമേൻ സ്തോത്രം. നിന്റെ പൊക്കിൾ കൊടി മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കഴുകിയില്ല. 16-4 വായിച്ചോ. നിന്റെ ജനന വസ്തുതയോ ഇസ്രായേലേ, നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല. സൺഡേ സ്കൂളിൽ വിടണമായിരുന്നു. സൺഡേ സ്കൂളിൽ വിട്ടാൽ എന്ത് മുറിയും പറഞ്ഞോ പറഞ്ഞത് പൊക്കിൾ കൂടി മുറിയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്മയുമായിട്ടുള്ള ബന്ധം തീരും. അതുകൊണ്ടാണ് നീ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴെപ്പോഴും അമ്മയെ ആരാധിക്കുന്നതാ, കാരണം മുറിഞ്ഞിട്ടില്ല. അത്രയും മതിയല്ലേ? ഓൺലൈനല്ലേ? നിന്റെ പൊക്കിൾ കൂടി മുറിക്കണമായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞു കൊടുക്കണമായിരുന്നു, സൺഡേ സ്കൂളിൽ പറഞ്ഞു കൊടുക്കണമായിരുന്നു. മക്കളെ, നീ ഇപ്പൊ വെളിയിലാ, പൊക്കിൾ വേണ്ട. ആ ബന്ധം ആംബ്ലിക്കൽ കോഡ് മുറിച്ചില്ല. അടുത്തതാ, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, തളിച്ചു വിട്ടു. പോട്ടെ, ഇതെല്ലാം ഇന്ന് രാത്രി എല്ലാം കൂടെ വേണ്ട. അടുത്ത 3-ാമത്തത്, ഉപ്പ് തേച്ചില്ല. ഉപ്പ കൃപ. ജനിച്ചപ്പോൾ തേച്ചിരുന്നെങ്കിൽ 100 ഗ്രാം ഉപ്പയിൽ ഈ പ്രശ്നം തീർന്നേനെ. ഇന്നൊക്കെ തേക്കാനാണെങ്കിൽ 3 ചാക്ക് ഉപ്പുണ്ട്, പറ്റുമോ ഇതൊക്കെ തേച്ചെടുക്കാനായിട്ട്? 100 ഗ്രാം ഉപ്പേ തീരേണ്ട വിഷയമല്ലേ ഇത്? നിന്റെ കൊച്ചു പ്രായത്തിൽ ആ കുഞ്ഞിനെ നീ ആരാധനയ്ക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ, നീ ദൈവവചനം പഠിപ്പിച്ചിരുന്നെങ്കിൽ 100 ഗ്രാം ഉപ്പയിൽ ഈ പ്രശ്നം തീർന്നേനെ. ഉപ്പ് എന്തിനെ കാണിക്കുന്നു? അത് കൃപയെ കാണിക്കുന്നു, അത് നല്ല വാക്കുകളെ കാണിക്കുന്നു, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കാണിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇപ്പൊ എന്തായി? ഇപ്പം ആ ഫാമിലിയെ കുറിച്ച് പറയുന്ന ഒരു ഭയങ്കര വാക്യമുണ്ട്. 16-45-46 യൗവനമൊക്കെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഗതികേട് പ്രവാചകൻ ഒരു ചിത്രമായിട്ട് പറയാണ്. വായിച്ചേ. നീ ഭർത്താവിനെയും മക്കളെയും വെറുക്കുന്ന അമ്മയുടെ മകളും ഭർത്താക്കന്മാരെയും മക്കളെയും വെറുത്തിരിക്കുന്ന സഹോദരിമാർക്ക് 45-46 നീ സഹോദരിയുമാകുന്നു. നിങ്ങളുടെ അമ്മ ഹിത്യ സ്ത്രീയും. എന്ത് സ്ത്രീയാ? ഹിത്യ സ്ത്രീ. നിന്റെ അമ്മ ഹിത്യ സ്ത്രീയും അപ്പൻ അമോര്യനും അത്രേ. നിന്റെ ജ്യേഷ്ഠത്തി നിന്റെ ഇടത്ത് ഭാഗത്ത് തന്റെ പുത്രിമാരുമായി പാർക്കുന്ന ശമര്യ. നിന്റെ ജ്യേഷ്ഠത്തി ശമര്യ, അമ്മ ഹിത്യ, അപ്പൻ അമോര്യൻ. നിന്റെ അനുജത്തി നിന്റെ വലത്ത് ഭാഗത്ത് തന്റെ പുത്രിമാരുമായി പാർക്കുന്ന സോദോം. അമ്മ ഹിത്യ, അപ്പൻ അമോര്യൻ, മക്കൾ 2 ഉണ്ട്, ഒന്ന് ശമര്യയും ഒന്ന് സോദോമും. ഇന്ന് രാത്രി ഇതിന്റെ വിശദീകരണം പറഞ്ഞ ഇത് ഇവിടെ എങ്ങും തീരുകയല്ല. ഇസ്രായേലിന്റെ ഒരു ചിത്രമാ. ദൈവത്തെ അറിയാതെ പോയാ, ദൈവത്തിൽ ആശ്രയിക്കാതെ പോയാ, ദൈവങ്ങൾ നഷ്ടപ്പെട്ടു പോയാ ഒരു ചിത്രം. ഞാൻ ഇതങ്ങ് വിടുകയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമല്ല. ഒരു തീയുടെ രാത്രിയായെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവം എന്താ ചെയ്തത്? വാഗ്ദത്ത ജനമാണ് ഇസ്രായേൽ. യൗവനം ഇങ്ങനെ ആയിപ്പോയി, പ്രശ്നത്തിലായി എന്ന് ഹോശിയ പ്രവാചകനോട് പറഞ്ഞു. എൻ്റെ മക്കള്, എൻ്റെ ഇസ്രായേലിനെ എനിക്ക് കൈവിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് അവരെ വേണം. അതുകൊണ്ട് 2-ാം അധ്യായത്തിന്റെ 14 മുതൽ യൗവനക്കാരിലേക്ക് എന്റെ തമ്പുരാനൊന്ന് മടങ്ങി വരികയാ. വായിക്കാം. ഹോശിയ 2:14 മുതൽ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച്, ഞാൻ ഇസ്രായേൽ എന്ന് പറയുന്ന എന്റെ മണവാട്ടിയെ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. എന്തിനാണ് കൺവെൻഷൻ? എന്തിനാണ് ക്രൂസൈഡ്? എന്തിനാണ് ഉപവാസ പ്രാർത്ഥന? എന്തിനാണ് ചർച്ചിൽ മീറ്റിംഗ്? എന്തിനാണ് വേർഷിപ്പ്? എന്തിനാണ് വേർഷിപ്പ് ലീഡേഴ്സ്? എന്തിനാണ് പ്രവാചകന്മാർ? എന്തിനാണ് ഇടയന്മാർ? എന്തിനാണ് സുവിശേഷകന്മാർ? തന്റെ ജനത്തെ ഒന്ന് മടക്കി കൊണ്ടുവരാൻ, അവളോട് കൃത്യമായി സംസാരിക്കുവാൻ, അവളുടെ ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് ജനത്തോട് വിളിച്ചു പറയുന്നു. നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയത്, പ്രതികൂലത്തിൽ കൊണ്ടുപോയത്, നിനക്ക് ചിലപ്പോൾ സഹിക്കാനാവാത്ത വേദനയിലൂടെ നീ പോയത്, കൃപയുള്ളവർ ആരാധിച്ചോ, നിന്നെ തകർക്കാനല്ല. എന്റെ ദൈവം നിന്നെ വശീകരിക്കുന്നത് എങ്ങനെയാണെന്ന്
ബൈബിൾ പറയുന്നു, കഷ്ടതയിലൂടെ, പ്രതികൂലത്തിലൂടെ, കണ്ണുനീരിലൂടെ, വേദനയിലൂടെ എന്റെ തമ്പുരാൻ നിന്നെ വശീകരിച്ച്. കൃപയുള്ളവർ ആരാധിച്ചാട്ട്. ഇന്ന് ചില പ്രതികൂലത്തിൽ പോകുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നിന്നെ വശീകരിച്ചുകൊണ്ടിരിക്കുക. അവന് നിന്നെ വേണം. മകളെ, കർത്താവിന്റെ മകനെ, എന്റെ ദൈവത്തിന് നിന്നെ വേണം. സന്തോഷേ, മരണം വരെ എൻ്റെ ദൈവത്തിന് നിന്നെ വേണം. അതുകൊണ്ടാ ദൈവം നിന്നെ വശീകരിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്നോട് ഇഷ്ടമല്ല എന്നിട്ടല്ല, ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാ, വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു, ജോസഫ് ദർശനം കണ്ടു, സ്വർഗത്തിലെ സോഷ്യൽ മീഡിയയുടെ വീഡിയോ ഓൺ. എന്തൊക്കെ കണ്ടു? സൂര്യനെ കണ്ടു, ചന്ദ്രനെ കണ്ടു. ആമേൻ. ഷാജി പാസ്റ്ററെ, നെല്ല് കണ്ടു, കതിര് കണ്ടു. ഇന്നൊക്കെ അല്ലേ നമുക്ക് വീഡിയോ ഉണ്ടായേ. ഇത് മുഴുവൻ ജോസഫിനെ കാണിച്ചപ്പോഴത്തേക്ക് സ്വർഗത്തിലെ സോഷ്യൽ മീഡിയ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. സൂപ്പറാന്ന് പറ. സൂപ്പറാ അല്ലേ? സോഷ്യൽ മീഡിയ അടിപൊളിയല്ലേ? വീഡിയോ എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? പക്ഷെ എന്താ മന്ത്രിയാകുന്ന കാണിക്കാൻ വീഡിയോ കേടായി പോയോ? എന്താ ജോസഫ് മന്ത്രിയാകുന്ന കാണിക്കാഞ്ഞേ? പോട്ടെ, പോത്തിപ്പറിന്റെ വീട് കാണിച്ചില്ല, കിണർ കാണിച്ചില്ല, കാരാഗ്രഹം കാണിച്ചില്ല. പോട്ടെ, കഷ്ടതയായുണ്ടെന്ന് പറയാം. എന്താ മന്ത്രിയാകാൻ കാണിക്കാഞ്ഞേ? ഓർത്തോ, നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും ചിലപ്പോൾ ദൈവം നിന്നെ കാണിക്കില്ല. എന്താ? നിന്റെ ജീവിതത്തിൽ ആത്മീയ പക്വത വരാതെ ഒരുപക്ഷെ നീ നിഗളിച്ചു പോയെങ്കിലോ, കൃപയുള്ളവരെന്റെ കൂടെ വാ. ഒരുപക്ഷെ നിനക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ ഓർത്ത് നിന്റെ അകത്ത് അല്പമെങ്കിലും ഒരു നിഗളമുണ്ടായാൽ എന്റെ ദൈവത്തിന് നീ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ യോസഫിന് തന്റെ മന്ത്രി പദം കാണിച്ചില്ല. ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നിന്ന് ആ ദൂതൻ സ്വീകരിക്കുന്നവരോട് ഞാൻ പറയുന്നു, കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നവരോട് പറയുന്നു, ദൈവം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് നിനക്ക് വെച്ചിട്ടുണ്ട്. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത്. അഭിഷക്തനെ എഴുതിയിട്ടോ, പേരെഴുതിയിട്ടോ, സമയം എഴുതിയിട്ടോ. നീ നടന്നു പോകുമ്പോൾ നീ ആരാണെന്ന് നിന്റെ അഡ്രസ് ചോദിക്കും. ആമേൻ. ദാവീദ് ആരാന്ന് ശൗലിന് അറിയില്ല. പക്ഷെ ഗോലിയാത്തിനെ കൊന്നിട്ട് വന്നപ്പോൾ ശൗല് ചോദിച്ചു, ഇവൻ ആരുടെ മകനാ? നിന്റെ അഡ്രസ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ മന്ത്രിമാർ, സോഷ്യൽ മീഡിയക്കാർ, ചാനലുകാർ, ഇവൻ ആരാണ്? ഇവൻ ഏത് ചർച്ചിലെയാ? ഇവൻ എവിടെയാ ശുശ്രൂഷിക്കുന്നത് എന്ന് നിന്നോട് ചോദിക്കും. ദൈവം നിന്നോട് അതിനുവേണ്ടി ഒരു വ്യവഹാരമുണ്ട്, ഒരത്ഭുതമുണ്ട്. Receive the message. Receive the message. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് രാത്രി ദൂത് പറയാ. യെസ്, ആമേൻ. തീർന്നില്ല, വായിക്കാം. ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നെ വശീകരിച്ച് നിന്നോട് കൃത്യമായി സംസാരിക്കും. അടുത്ത വാക്യം, അതിന്റെ ബാക്കി. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും. ആമേൻ. ഒരു സ്വോത്രമൊന്നും കേട്ടില്ലല്ലോ. ആന്ധ്രയിലൊക്കെ ആയിരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇങ്ങനെ ആന്ധ്രയ്ക്ക് പോകുന്ന പ്രീശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവിനെ സ്തുതിക്കുക. ആമേൻ, ഹല്ലേലൂയ. അവിടെ നിനക്ക് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളുടെ. എവിടെ? മരുഭൂമി. ഷൈജു പാസ്റ്റർ അങ്ങ് വളർന്ന് വലുതായല്ലോ. മരുഭൂമിയിലൊക്കെ മുന്തിരി ഉണ്ടാകുമോ? മരുഭൂമി മുന്തിരി ഉണ്ടാകുമോ? പറ. നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നീ നിന്റെ ജീവിതത്തിൽ മരുഭൂമിയാണെന്ന് നീ വിചാരിക്കുന്ന മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെടി കിളിർക്കത്തില്ല, ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടാകത്തില്ല എന്ന് നീ പറയുന്ന മരുഭൂമിയിൽ മുന്തിരിത്തോട്ടങ്ങൾ, മുന്തിരിയല്ല, മുന്തിരിത്തോട്ടങ്ങൾ. ആമേൻ. വായിക്കാൻ പറ. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. ഇന്ന് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിക്ക്. മരുഭൂമിയിൽ വഴിയും
എനിക്കിപ്പോഴാണ് പിടി കിട്ടിയത്. മരുഭൂമിയിൽ എന്തിനാ വഴിയെന്ന്? മുന്തിരിത്തോട്ടത്തിലോട്ട് പോകാനാ. മരുഭൂമിയിൽ എന്തിനാ വഴിയെന്ന് അറിയത്തില്ലായിരുന്നു. ഇന്നാ പിടി കിട്ടിയത്. അത് മുന്തിരിത്തോട്ടത്തിലോട്ട് പോകാനാ. മരുഭൂമി മുന്തിരിത്തോട്ടമായാൽ വഴിയില്ലാതെ എന്തായും? യെശയ്യാവിനകത്ത് 2025 ആമേൻ ആമേൻ ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചേ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സൂചിച്ചേ. 2025 എത്രയാ കഴിഞ്ഞു പോയേ? 2024. ന്യൂമറോളജി അനുസരിച്ച് 2024 ടോട്ടൽ എത്ര? 2 2 4 4. ഒന്ന് പറഞ്ഞേ, 2 2 4 4. 2024 ഒരുമിച്ച് കൂട്ടിയ എത്ര? 8. 8 ഇച്ചിരി വേദനയാണ്. 8ലാണ് ആൾക്കാർ പറഞ്ഞത് സൂക്ഷിക്കണം, വയറ് വലുതാ. ഇത് ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? കാണുന്നവരെല്ലാം ചോദിക്കും എത്ര ആയി? അപ്പോൾ പറയും 8. 2025 ടോട്ടൽ പറ 9. ഈ പറഞ്ഞവരെല്ലാം ജോൺസൺ ആൻഡ് ജോൺസന്റെ പൗഡറും കൊണ്ട് വരും. ഓ, കൃപയുണ്ട്, ആരാധിക്ക്. ഈ വേദനയാണ്, വലുതാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞവരെല്ലാം 9 സമ്മാനവും കൊണ്ട് വരുന്നുണ്ട്. ഓ, യേശുനാഥനെ, കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. 2025 ആമേൻ. നിന്നെ എതിർത്തവർ, നിന്റെ മുഖത്ത് നോക്കി ശപിച്ചു പറഞ്ഞവർ, നീ നന്നാകില്ലെന്ന് പറഞ്ഞവർ, ആമേൻ, നിന്നെ അനുമോദിക്കാൻ വരുന്നുണ്ട്, നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, ചില നന്മകളുമായിട്ട് വരുന്നുണ്ട്. പരിശുദ്ധാത്മാ പറയുന്നു 2025 എൻ്റെ അനുഗ്രഹത്തിന്റെ വർഷം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നന്മ കാണുന്ന വർഷം. 2025 എൻ്റെ ജീവിതത്തിൽ വെറുതെ കേട്ടിട്ട് പോകുന്നതല്ല, എൻ്റെ അത്ഭുതങ്ങളുടെ വർഷം. ആമേൻ. മരുഭൂമിയിൽ മുന്തിരിത്തോട്ടങ്ങൾ പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. എങ്ങനെ? ആഖോർ താഴ്വര. ആഖോറിനെ കുറിച്ച് ഷൈജു പാസ്റ്റർക്ക് അറിയാമോ? ആമേൻ. ആഖാൻ ഉറ്റുനോക്കാൻ പോയപ്പോൾ അവൻ അവിടെ നിന്ന് സ്വർണവും മറ്റു സാധനങ്ങളും മോഷ്ടിച്ചെടുത്തപ്പോൾ യോശുവയോട് യഹോവ പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെയാണെങ്കിൽ ആഖോർ താഴ്വര കണ്ണുനീരിൻ്റെ താഴ്വരയായിരുന്നു, ശാപത്തിൻ്റെ താഴ്വരയായിരുന്നു, ഒത്തിരി വേദനകളുടെ താഴ്വരയായിരുന്നു. തമ്പുരാൻ ഇന്ന് രാത്രി പറയുക, ഒരിക്കൽ ആഖോർ താഴ്വര എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുന്ന താഴ്വരയായിരുന്നു, എല്ലാവരും പുച്ഛിക്കുന്ന താഴ്വരയായിരുന്നു. ആരും ആ വഴി കടന്നു പോകത്തില്ല. എന്നാൽ തമ്പുരാൻ പറയാ, പ്രിയ യൗവനക്കാരനെ, പ്രിയ കുടുംബമേ, നിന്റെ ജീവിതത്തിന്റെ ആഖോറിനെ ഞാൻ പ്രത്യാശയുടെ വാതിലാക്കി തുറക്കാൻ പോകുക. ആഖോർ താഴ്വര എന്ന് പറഞ്ഞാൽ അവൻ ശാപം കിട്ടിയതെന്ന് ലോകം പറഞ്ഞ, ഇനി ഒരിക്കലും അവിടെ നന്നാകില്ല എന്ന് ജനം അടച്ചാക്ഷേപിച്ച് എഴുതി വെച്ച ആഖോർ താഴ്വര അതെന്തായി മാറാൻ പോവാ? പ്രത്യാശയുടെ വാതിലായി മാറാൻ പോവാ. സന്തോഷമുള്ള എത്ര പേരുണ്ട്? നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു അപ്ഡേഷൻ വരാൻ പോവാ. ഇനി കാക്ക കൊണ്ടുവരുന്ന അപ്പം 2025 കാക്ക കൊണ്ടുവരുന്ന അപ്പം, ഈ മാവ് എവിടുന്നാന്ന് പോലും നമുക്കറിയില്ലല്ലോ. തമ്പുരാൻ പറയാം, ഒരു കാര്യം ചെയ്യും, നീ ഇനി തിന്നാൻ പോകുന്ന അപ്പത്തിൻ്റെ മാവ് എവിടുന്നാന്ന് നീ അറിയണം. അതെങ്ങനെ? നീ പ്രാർത്ഥിക്കുമ്പോൾ മാവ് ഉണ്ടാകും. നീ പ്രാർത്ഥിക്കുമ്പോൾ മാവ് ഉണ്ടാകും, നീ പ്രാർത്ഥിക്കുമ്പോൾ എണ്ണ ഉണ്ടാകും. ആ അപ്പം ഇനി നീ തിന്നും. ഓ, ഒരു അപ്ഡേഷൻ വരാൻ പോകും, ഒരു അപ്ഡേഷൻ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ, യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈ അത്ഭുതങ്ങളുടെ കൈയായി മാറാൻ പോകുകയാ. നിന്റെ നാവ് അത്ഭുതത്തിന്റെ നാവായി മാറാൻ പോകുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, വടി താഴെയിടാൻ. വടി എന്തായി മാറി? അന്നാണ് പുള്ളിക്ക് കയ്യിലിരിപ്പ് എന്നാന്ന് മനസ്സിലായത്. ആമേൻ. തമ്പുരാന്റെ മുമ്പിലോട്ട് ഇട്ടപ്പെടാൻ പുള്ളിക്ക് മനസ്സിലായത് കയ്യിലിരിപ്പ് എന്നാന്ന്. തമ്പുരാൻ പറഞ്ഞു,
തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. എന്താ കയറി പിടിക്കാൻ? വാലെ കയറി പിടിക്കാൻ പറഞ്ഞു. തമ്പുരാൻ അവൻ്റെ കയ്യിലിരിപ്പ് തിരിച്ചു കുത്തി. ഓ, കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ. അവൻ്റെ കയ്യിലിരിപ്പ് തമ്പുരാൻ തിരിച്ചു കുത്തി. എന്നിട്ട് മോശയോട് പറഞ്ഞു, അകത്തോട്ട്, കോട്ടിനകത്തോട്ട് കൈയിടാൻ പറഞ്ഞു. ഉടുപ്പിനകത്തോട്ട് കൈയിട്ടു. തിരിച്ചെടുത്ത ബന്ധവാ കുഷ്ഠം. അന്നേരമാണ് ഉള്ളിലിരിപ്പ് എന്നാന്ന് മനസ്സിലായത്. പ്രീശ്വരോ, കയ്യിലിരിപ്പ് മാത്രം അറിഞ്ഞാൽ പോരാ, ഉള്ളിലിരിപ്പും കൂടെ അറിയണം. പ്രീശ്വരോ, ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നാണ് അവൻ്റെ കൈ ശരിയായത്, അന്നാണ് അവൻ്റെ ഹൃദയം ശരിയായത്. പിന്നെ കൈ നീട്ടിയെടുത്ത് ചെങ്കടൽ രണ്ടായി. പിന്നെ ഈ കൈ ഉയർത്തിയെടുത്ത് യുദ്ധം ജയിച്ചു. പിന്നെ ഈ കൈ കൊണ്ട് പാറയെ അടിച്ചെടുത്ത് പാറയിൽ നിന്ന് പിളർന്ന് വെള്ളം. പിന്നെ ആ കൈ എവിടെല്ലാം ഉപയോഗിച്ചോ അവിടെല്ലാം അത്ഭുതങ്ങളായി മാറി. ഇന്ന് രാത്രി ആ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് പറ, ഈ കൈ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നെന്ന് പറ. ഈ കൈ, എന്റെ കൈ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നെന്ന് പറ. സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ചാട്ടെ. പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്ന്, അഹരോനുണ്ടാക്കിയ കാളക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് ജനം മുഴുവൻ നൃത്തം ചെയ്യുക. ഏതായി കാളക്കുട്ടി? മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നേരത്ത് മിസ്രൈമർക്ക് ഇസ്രായേൽ മക്കളോട് കൃപ തോന്നി. അവരുടെ കാതിൽ കിടന്ന കമ്മലുകളും അവരുടെ വളയും കൊലുസുമൊക്കെ ഊരി കൊടുത്തതാ. ഒറ്റ വാക്യം പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടിയ നന്മ, കിട്ടിയ അനുഗ്രഹം ഇപ്പം എന്തായി മാറി? കാളയായി മാറി. തമ്പുരാൻ എന്തെങ്കിലും നന്നാൽ അത് തന്ന പോലെ ഇരിക്കണം, അതിനെ കാളയാക്കല്ലേ. അതവിടെ നിൽക്കട്ടെ, സംതിങ് എൽസ് അവിടെ നിന്ന് വിടാൻ ഞാൻ. അതിന് മുമ്പിൽ കിടന്ന് എന്ത് ചെയ്യുക? ആരാധിക്കുക. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരിക. മോശ പർവ്വതത്തിൽ നിന്ന്. അപ്പോൾ യൂത്തിൻ്റെ സെക്രട്ടറി, നമ്മുടെ വിഷയം യൗവനക്കാരനാണ്, യൂത്തിൻ്റെ സെക്രട്ടറി യോശുവയാണ്. പുള്ളി ഓടിക്കേറി പർവ്വതത്തിലോട്ട് ചെന്നിട്ട് ഇങ്ങ് താഴെ വരുന്നതിന് മുമ്പ് പറഞ്ഞു, താഴെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്തോ നടന്നുകൊണ്ടിരിക്കുക? പ്രൈസ് ആൻഡ് വർഷിപ്പ്. മോശയ്ക്ക് മനസ്സിലായി പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല, സ്പേസ് ആൻഡ് വർഷിപ്പാണ്. പ്രീശ്വരോ, കുറേ സ്ഥലത്ത് കുറേ ആൾക്കാർ കെട്ടഴിഞ്ഞാടുക. പക്ഷെ പർവ്വതത്തിൽ നിന്ന് വരുന്ന മോശ പ്രൈസ് ആൻഡ് വർഷിപ്പ് കണ്ടില്ല. അതിൻ്റെ ഒരു ശബ്ദം കേട്ടതേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, ഇത് ജയിച്ചവരുടെ ഘോഷവുമല്ല, ഇത് തോറ്റവരുടെ ഘോഷവും. ആരാധന കണ്ടാൽ അറിയാം ആത്മാവിലാണോന്ന്. അഭിഷക്തന്മാരെ, ആരാധന കണ്ടാൽ അറിയാം, ആരാധന കേട്ടാൽ അറിയാം ഇത് ആത്മാവിന്റെ ആരാധനയാണോ. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചേ. ആമേൻ, ആമേൻ. ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. അന്നേ ദൈവം തീരുമാനിച്ചു, മോശയുടെ മേൽ ഇറങ്ങിയതിനേക്കാൾ വലിയൊരു അഭിഷേകം യോശുവയുടെ മേൽ ഇറങ്ങും. അവൻ സ്വർഗത്തിലെ തമ്പുരാൻ പറയാ, ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരികയാ, ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരികയാ. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ പിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, നേതൃത്വങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ എഴുന്നേറ്റ് വരട്ടെ. മക്കൾ തമ്പുരാന് വേണ്ടി എഴുന്നേറ്റ് വരട്ടെ. പോകാം നമുക്ക്. വേദപുസ്തകത്തിലെ 3 കഥാപാത്രങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ ആളിനെ വായിച്ചു തുടങ്ങുന്നു. യെസ്, ആമേൻ. 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു. പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം. യെസ്, 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ, അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി. മതി, ഒരു നിമിഷം നിൽക്കുക. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവൻ ദാവീദിന്റെ, തന്റെ അപ്പന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. എൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ. അവൻ അതിന്റെ 34-ാമത്തെ 1-ാമത്തെ വാക്യം, യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അല്ല, എൻ്റെ കൂടെ നിൽക്കുക. അവൻ എത്ര വയസ്സായിരുന്നു? 8 വയസ്സ്. ആമേൻ. ഇന്ന് രാത്രി നകത്തിരിക്കുന്നവരിൽ 8 വയസ്സിൽ ആത്മാവിൽ വാഴ്ച തുടങ്ങിയവർ, പവർ ഓഫ് ഫയർ, അതവിടെ നിൽക്കട്ടെ. 8 വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടിയവർ കണ്ടേക്കാം, പക്ഷെ അവന് തിരിച്ചറിവില്ല. എന്നാൽ അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ എന്ന് പറയുമ്പോൾ 16-ാമത്തെ വയസ്സിൽ, ഇന്ന് രാത്രികാല ദൈവാത്മാവ് പറയുന്നു, ആമേൻ, 16-ാമത്തെ വയസ്സിൽ അവൻ
അപ്പന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം ഈ ജനക്കൂട്ടത്തോട് ഈ ഓൺലൈനിലൂടെ വിവിധ രാജ്യങ്ങളിൽ കേൾക്കുന്നവരോട് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രായം, ഏറ്റവും നല്ല പ്രായം അവന്റെ 16-ാമത്തെ വയസ്സ്. ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോശിയാവ അർത്ഥം യഹോവ എന്റെ സൗഖ്യം. ആമേൻ. ഹല്ലേലൂയ. അവന്റെ വാഴ്ചയുടെ 12-ാം ആണ്ടിൽ അശേര പ്രതിഷ്ഠകളെ, ബിംബങ്ങളെ, പൂജാഗിരികളെ അവൻ സ്തോത്രം നീക്കി. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയട്ടെ, അവൻ 20 വയസ്സ് അവന്റെ യൗവന പ്രായത്തിൽ അവൻ ദൈവവുമായിട്ട് അവനെ അകറ്റിക്കളയുന്ന സകലതിനെയും അവന്റെ ഉള്ളിൽ നിന്ന് നീക്കി. അപ്പോൾ ദേശത്ത് നിന്ന് നീങ്ങിയപ്പോൾ രാജ്യത്ത് നിന്ന് മാറി. രാജ്യത്ത് നിന്ന് നീങ്ങിയപ്പോൾ സകല ദേശവാസികളുടെയും ഹൃദയത്തിൽ നിന്ന് മാറി. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്ന് രാത്രി പറയാ. അടുത്ത പുള്ളി ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അഭിഷേകം അങ്ങോട്ട് ഇറങ്ങിയാൽ, പുതിയ തലമുറയുടെ മേൽ അഭിഷേകം ഇറങ്ങിയാൽ പഴയ രീതിയിലല്ല. പണ്ടൊക്കെ അഭിഷേകം ഇറങ്ങുമ്പോൾ നേരെ കുമ്പനാട് ചെല്ലുന്നു, 2 ഡ്രം മേടിക്കുന്നു, 2 സൈഡ് ഡ്രം, ടാമ്പരിൻ, 2 ഭൂതം കുലുക്കി. ഭൂതം കുലുക്കി പറഞ്ഞാൽ ഇങ്ങനെ കുലുക്കുന്ന സാധനം. ഇങ്ങനെയൊക്കെയാണ് പണ്ട്. പക്ഷെ ഇവന്റെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങിയപ്പോൾ, അവൻ്റെ അമ്മ ആരാധിക്കുന്ന, അപ്പൻ ആരാധിക്കുന്ന ദൈവം ആരാന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ്റെ അകത്തൊരു തീ കത്തി. ആ തീ കത്തിയപ്പോൾ മ്ലേച്ഛത മുഴുവൻ അവൻ എടുത്തു മാറ്റി. 34-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. യെസ്. അവൻ ബലിപീഠങ്ങളെ ഇടിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി. ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ അടുത്ത പറയാൻ പോവാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ആമേൻ. 34-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 14 വായിച്ചേ. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവൻ എവിടെ കയറി തൊട്ടു? അഭിഷേകമുള്ളവൻ എവിടെ കയറി തൊട്ടു? പറഞ്ഞേ, ദ്രവ്യത്തെ കയറി തൊട്ടു. ആമേൻ, സ്തോത്രം. അവൻ ഈ കണക്കുന്നു. ആമേൻ. അത് ചെയ്യുന്നവരെല്ലാവരും കൊണ്ടൊന്ന് വിളിച്ചു കൂട്ടി. ആമേൻ. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാനത് പ്രസംഗിച്ച് വിടാം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവൻ അഭിഷേകം കിട്ടിയപ്പോൾ എത്ര കിട്ടും എന്നല്ല നോക്കിയത്, പകരം ആലയത്തിന് ഭണ്ഡാരത്തിനകത്തുള്ളത് മുഴുവൻ എടുത്ത് അവൻ അത് ആലയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കാൻ തുടങ്ങുക. സ്തോത്രം. ഒരു 2 ജനറേഷനെ നിങ്ങളുടെ ഇവിടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 34-14 ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ, എല്ലാവരും ശ്രദ്ധിക്കണം, അവൻ കാശ് എണ്ണാൻ തുടങ്ങി. ആമേൻ. ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയത് എണ്ണാൻ തുടങ്ങി. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയുന്നത്, നിങ്ങളൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ആൾക്കാരാ. എന്തോ ഗോസ്പലാ? പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ മലയാളം എന്തുവാ? സമൃദ്ധിയുടെ സുവിശേഷം. ആമേൻ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ, ബൈക്ക് കൂടെ പറഞ്ഞു, അത് മതി എന്ന് വെപ്പിൻ. അതാണ് ദാരിദ്ര്യ സുവിശേഷം എന്നാണോ? അല്ല, അത് ദൈവത്തിന്റെ ഒരു വചനമാണ്. സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ. അപ്പോൾ പാരമ്പര്യം പറയുന്ന നമ്മുടെ പിതാക്കന്മാരുടെ വചനം, അവർ പറഞ്ഞതാണ് ശരി, ബൈബിൾ ശരിയാണ്, എപ്പോഴും ശരിയാണ്, അവർ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയെ സമൃദ്ധിയുടെ സുവിശേഷകരെന്ന് പറയുന്ന നിങ്ങളെങ്ങനെ മെഴ്സിഡസ് ബെൻസിന്റെ കാർ മേടിച്ചേ? നിങ്ങളെങ്ങനെ 1 കോടി രൂപയുടെ വീട് വെച്ചേ? ആമേൻ. സമൃദ്ധിയുടെ സുവിശേഷം പാടില്ലല്ലോ. ആമേൻ. നിങ്ങൾക്ക് വീടിനടുത്തുള്ള ചെറിയ പലചരക്കടയിൽ നിന്ന് സാധനം മേടിച്ചാൽ പോരെ? ലൂലുവിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആമേൻ, ആമേൻ. എന്താ ഈ സുവിശേഷത്തിന് 2 മുഖങ്ങൾ തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. ലോകം മുഴുവൻ കേൾക്കണം. ആമേൻ. സുവിശേഷം കഷ്ടതയുടെ സുവിശേഷമാണ്. സുവിശേഷം പ്രതികൂലത്തിന്റെ സുവിശേഷമാണ്.
യേശു പറഞ്ഞ തെറ്റാണോ? നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞത് ഉപദേശി അരിയില്ലാതെ അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് 2 കിലോ അരി തരണേന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നതല്ല കർത്തൃ സുവിശേഷം. കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നീ ആമേൻ പ്രതികൂലത്തിലാകും, നിനക്ക് വിഷമങ്ങൾ ഉണ്ടാകും, നിനക്ക് നിന്നവരും, നിനക്കെതിരായിട്ട് യൂട്യൂബ് എഴുതേക്കും, നിനക്കെതിരായിട്ട് ആമേൻ ഇൻസ്റ്റാഗ്രാം വരും, നിനക്കെതിരായിട്ട് ഫേസ്ബുക്ക് വരും. അപ്പൊ തളർന്നു പോകരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് വചനം പറയുന്നത് അടിവരയിട്ട് കെ എബ്രഹാം സമ്മതിക്കുന്നു. അതിന്റെ അർത്ഥം സുവിശേഷകനായി ബൈബിൾ എടുത്തവൻ വായ്പ ചോദിച്ച് കണ്ട വഴിയിലൂടെ നടക്കണമെന്നല്ല. കാര്യം തിരിച്ചറിയാതെ പോകരുത്. ഞാനിവിടെ നിന്നുകൊണ്ട് പറയുന്നു, പ്രോസ്പെരിറ്റി ഗോസ്പൽ തെറ്റാന്ന് പറയുന്ന ചിലരെ അവരുടെ പ്രസംഗങ്ങൾ എനിക്കറിയാം. പക്ഷെ എനിക്കുള്ളതിൻ്റെ 10 ഇരട്ടി സ്വത്ത് അവർക്കുണ്ട്. ഇത് പ്രസംഗിക്കുന്ന കെ എബ്രഹാമിനുള്ളതിനെ കണ്ട് 10 ഇരട്ടി 100 ഇരട്ടി. പ്രോസ്പെരിറ്റി ഗോസ്പൽ തെറ്റാന്ന് പറയുന്നത് തേക്കടിയിൽ 5 ഏക്കർ, കറുകച്ചാലി 3 ഏക്കർ, 3 റിസോർട്ട്, 4 കാർ, വീടിൻ്റെ വാതുക്ക്. പുള്ളി പറയുന്നു നമുക്ക് കഷ്ടതയുടെ സുവിശേഷം മതി. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഇന്ന് രാത്രി തിരിച്ചറിയണം കൃപയുള്ളവർ. ആത്മ മണ്ഡലം ഒന്ന് തുറക്കട്ടെ. ഞാൻ പറയുന്നു എന്താ പ്രത്യേകത? സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അഭിഷേകത്തിനകത്ത് നന്മയുണ്ട്. അഭിഷേകത്തിനകത്ത് നന്മയുണ്ട്. ബൈബിളിലെ വാക്യം മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുന്നവനോട് പറയുന്നു, അതോടുകൂടി നിനക്ക് ആവശ്യമുള്ളതെല്ലാം തമ്പുരാൻ അതിൻ്റെ കൂടെ ആഡഡ് എന്നാണ് ഇംഗ്ലീഷിൽ. അതിൻ്റെ കൂടെ തമ്പുരാൻ ചേർത്തിരിക്കുന്നു. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ഒരു അഭിഷേകത്തിൻ്റെ അഗ്നി നിന്റെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ നിന്റെ ദാരിദ്ര്യങ്ങൾ മാറുകയാ, നിന്റെ പ്രയാസങ്ങൾ മാറുകയാ, നിന്റെ കടഭാരങ്ങൾ മാറുകയാ. അത് പറയാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് അഭിഷേകമുള്ള ദൈവ പൈതലിന്റെ നാവിന്മേൽ തരുന്ന അധികാരമാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. അധ്വാനിക്കണം, അധ്വാനിക്കണം. ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ യോബിന്റെ കയ്യിൽ പരു വരുമ്പം, യോബിന്റെ കൈ ശരീരം മുഴുവൻ പരു വരുമ്പോൾ, യോബിന് 7000 ആടായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നേ. ആമേൻ. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളേർ, 7 ആൺപിള്ളേർ, നാക്കിന് ചില പ്രശ്നമുള്ള ഒരു പെണ്ണുപിള്ള, ആവശ്യം പോലെ വേലക്കാര്, ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത 3 കൂട്ടുകാർ. ചിലതുങ്ങളൊക്കെ വരും ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാനായിട്ട്. 35 രൂപയുടെ മുന്തിരിങ്ങയും ഫ്രൂട്ട്സ് കടക്കാരൻ തിരിഞ്ഞ് ജ്യൂസ് അടിക്കാൻ വെച്ചിരിക്കുന്ന 17 രൂപയുടെ ഓറഞ്ച് മേടിച്ചുകൊണ്ട് എന്നിട്ട് ബെഡേ വന്നിരുന്നിട്ട് പറയും, ചേട്ടാ കാണണമെന്ന് പല പ്രാവശ്യം ഓർത്തു, മുന്തിരിങ്ങയ്ക്ക് വില കുറയാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. ഇപ്പോഴാണ് ഫ്രൂട്ട്സിനൊക്കെ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നത്. അന്നേരമാണ് നേഴ്സ് എന്ന് പറയുന്നത്, ഈ കൊണ്ടുവന്ന ഒന്നും രോഗിക്ക് കൊടുക്കരുത്. പിന്നെ പുള്ളി തന്നെ അവിടെ ഇരുന്ന് തിന്ന് തൊലി അവിടെ തൊപ്പു. എന്തായാലും ഒരു ഗുണമുണ്ട്, വിദേശ രാജ്യത്ത് ഒരു കാരണവശാലും രോഗിയെ കാണാൻ പോകുമ്പോൾ ഈറ്റബിൾസ് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് വിദേശത്തെ ആശുപത്രിയിൽ, ഈറ്റബിൾസ് നോട്ട് അലൗഡ് ഇൻ ദ ഹോസ്പിറ്റൽ, കൊടുക്കാൻ പാടില്ല അവിടെ. അതുകൊണ്ട് എല്ലാവരും രോഗിയെ കാണാൻ പോകുമ്പോൾ പൂവും കൊണ്ടാണ് പോകുന്നത്, ഫ്ലവറിൻ്റെ ബൊക്കെ രോഗിയെ കാണാൻ പോകുമ്പോൾ. നമ്മുടെ ഈ നാട്ടിൽ ബൊക്കെ കൊണ്ടുവരുന്നത് ചത്ത് കഴിഞ്ഞാൽ കൊണ്ടുവരും. ആമേൻ. ജീവിച്ചിരിക്കുമ്പം ഒരു പൂ കൊടുത്തിട്ട് അവനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ 6 മാസം കൂടി ജീവിച്ചിരുന്നേ. ഇനി കെ എബ്രഹാം പറഞ്ഞത് രാവിലെ പൂവും കൊണ്ട് നടക്കരുത്. പ്രൈസലോ, സബ്ജക്റ്റ് വേറെയാണെന്ന് ഓർത്തോണം. ആമേൻ. സബ്ജക്റ്റ് രണ്ടും രണ്ടാ. സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആത്മശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ മുമ്പോട്ട് പോവുകയാ. ആ വാക്യത്തിന് ആഴമെന്ന് പറഞ്ഞിട്ട് ഞാൻ യോശിയാവിനെ അങ്ങ് വിടാം. അടുത്തതിലേക്ക് വരാൻ ഞാൻ അവൻ എന്താ യോശിയാവ് പറഞ്ഞ പ്രത്യേകത എന്താ? ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം 14 വാക്യം പുറത്തെടുത്തപ്പോൾ
ഹിൽക്കിയാ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. പ്രമാണം ഇപ്പം എവിടെ കിടക്കുന്നത്? പറഞ്ഞോ, മൈക്കകത്ത് പറ. ദ്രവ്യം ഇങ്ങനെ എടുത്തിങ്ങനെ എണ്ണി എണ്ണി വന്നപ്പം ബൈബിൾ എവിടെ ഇരിക്കുന്നു? അതിൻ്റെ അടിയിൽ. അതുകൊണ്ടാണ് പറഞ്ഞ 3 മാസമായിട്ട് ബൈബിൾ കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? പൈസ ഇങ്ങനെ എണ്ണി എണ്ണി വന്നപ്പം ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ന്യായപ്രമാണ പുസ്തകം അതിൻ്റെ അടിയിലിരിക്കുന്നു. ഇന്ന് രാത്രി ലോകത്തോട് മുഴുവൻ ഒരു ദൂത് വിളിച്ചു പറയാ, വാരിക്കൂട്ടുന്നവനെ അല്ല ദൈവത്തിന് ഇഷ്ടം, വലിച്ചെറിയുന്നവനെ. ഇന്ന് രാത്രികാലം വാരി കൂട്ടുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്, വലിച്ചെറിയാൻ മനസ്സുള്ളവനെ. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി സ്വന്തം ജീവിതവും സമയവും ദൈവം തന്ന നന്മയും വലിച്ചെറിയാൽ അത് കർത്താവിന് എറിഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള ഒരു പുതിയ തലമുറ, ഒരു പുതിയ തലമുറ, ഒരു പുതിയ തലമുറ, ഒരു യോശിയാവിന്റെ തലമുറ, ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തോട് സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം ചിലരെ തൊടാൻ പോവാ, ഇതിനകത്ത് ദൈവം ചിലരെ സ്പർശിക്കാൻ പോവാ, ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ആമേൻ. ഒരു ദൂത് പറഞ്ഞാൽ ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ഇന്നു മുതൽ നീ പ്രവാചകനാ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ മനസ്സുള്ള ആരുണ്ട്? ദൈവത്തിനൊരു അപ്പോയിന്റ്മെന്റിന് 6 മാസം വേണ്ട, ഒരു അപ്പോയിന്റ്മെന്റിന് 6 മാസം വേണ്ട. ഇന്നു മുതൽ ടുഡേ ഓൺവേർഡ്സ് അഭിഷക്തനെ ദൈവാത്മാവിന്റെ വ്യാപാരം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്ക, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്ക. ഇന്നു മുതൽ വലിയ ദൈവശക്തി ആവരിക്കുന്നു, വലിയ ദൈവശക്തി ആവരിക്കുന്നു, വലിയ ദൈവശക്തി ആവരിക്കുന്നു. ആമേൻ, ആമേൻ. ഡമസ്കോസിന്റെ പടിക്കൽ വെച്ച് ദൈവം തൊട്ട പൗലോസിനോട് ദൈവം പറഞ്ഞത്, നേരെ പൊക്കോ. എങ്ങോട്ട്? നേർവീതി എന്ന തെരുവിൽ. ആമേൻ. അവിടെ ഞാൻ അനന്യാസ് എന്ന് പറയുന്ന ഒരു അഭിഷക്തനോട് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓർത്തോ. ആമേൻ. ദൈവം നിന്റെ മേൽ കൃപ തന്നാൽ, ദൈവം ഇന്ന് പകർന്നാൽ, ഇത് നീ എവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ പോകേണ്ട സ്ഥലം, നീ ആ ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥലം, നീ എവിടെ പ്രവചിക്കണം ആ സ്ഥലം, ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. പൗലോസിനോട് ദൈവം പറഞ്ഞു, ആസിയയിൽ പ്രസംഗിക്കരുത്. ആമേൻ. ആസിയയിൽ പ്രസംഗിക്കരുത്, ത്രോവാസിലോട്ട് പോകരുതെന്ന് ആത്മാവ് വിലക്കി. ആമേൻ. എങ്ങോട്ട് പോകണം? മക്കതോന്യക്ക് വിട്ടോളാൻ പറഞ്ഞു. എങ്ങോട്ട് പോകണം? മക്കതോന്യക്ക് വിട്ടണം. നമ്മുടെ പ്രശ്നം മുരളിപ്പാസ്റ്ററുടെ പ്രശ്നം, കെ അബ്രാമന്റെ പ്രശ്നം, കെ തോമസിന്റെ പ്രശ്നം, നമ്മുടെ പ്രശ്നം മക്കതോന്യ നമുക്ക് നേരത്തെ പരിചയമില്ലെന്നുള്ളതാണ്. കാരണം മക്കതോന്യ ഞാൻ പോയിട്ടില്ല. പാലായിലാണെ 2-3 പാസ്റ്റർമാരെ അറിയാം, സാക്ഷ്യമെങ്കിലും പറയാം. അപ്പൊ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി നമ്മുടെ പ്രാർത്ഥന, കർത്താവേ വണ്ടിക്കൂലി കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലത്തോട്ട് വിടണം. മക്കതോന്യ എനിക്ക് എന്തില്ല, മക്കതോന്യ എനിക്കും അറിയില്ല, എന്നെ മക്കതോന്യക്കാർക്കും. ആമേൻ. പക്ഷെ നീ പുറപ്പെടുന്നതിന് മുമ്പ്, ആമേൻ, ലിഡിയായെ, രക്താംബരം വെക്കുന്ന ജൗളിക്കടയുടെ ഓണർ, ശീമാട്ടി പോലെ, കല്യാൺ സിൽക്ക് ഹൗസ് പോലെ അന്നത്തെ കാലത്ത് ഏറ്റവും വിലക്കൂടിയ ധൂമ്ര വസ്ത്രങ്ങൾ പോലെ വിലക്കൂടിയ പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്ന ലിഡിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, അവളുടെ കട, അവളുടെ വീട്, ഇത് മുഴുവൻ നീ പോകുന്ന വഴിക്ക് എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവാ പറയുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മീറ്റിംഗ് തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിർത്തുന്നത് എൻ്റെ വിഷയമല്ല. 120 പേര് മാളിക മുറിയിലോട്ട് കയറിയത് അവർക്ക് ഓർമ്മയുള്ളൂ. തീ ഇറങ്ങുന്ന അനുസരിച്ചാണ് എപ്പോഴാണ് നിർത്തുന്നതെന്നുള്ളത്.
ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കൃപയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു ദൂത് ഞാൻ പറയാം. ആമേൻ. മക്കദോന്യയിൽ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് ഒരു ഭൂതം ബാധിച്ച പെണ്ണുമ്പിള്ള ഇറങ്ങി വരുമെന്നറിയാവുന്ന വഴിയിലൂടെ തമ്പുരാൻ നിന്നെ വിടുകയാ. ഓർത്തോ, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിനക്ക് പരിചയമില്ലാത്ത മക്കദോന്യയിൽ നീ പോയാൽ നീ നോക്കുന്നിടത്ത് ദുർശക്തികൾ ഇളകി വീഴുന്നതോ, നീ നോക്കുന്നിടത്ത് ദൈവാത്മാവനോട് പറയുന്നത്, നീ കണ്ണ് നോക്കിയാൽ മതി. നിന്റെ കണ്ണിൽ ഒരു തീയുണ്ട്. നീ നോക്കുന്നിടത്തോ ദൈവത്തിന്റെ ആത്മാവിന്റെ തീകത്ത് നീ നോക്കുന്നിടത്തോ അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ദൈവശക്തി. The power is touching the power. എഴുതിയിട്ടോ, നിന്റെ നാവിലൂടെ പ്രവചന ശബ്ദം വരും. നിന്റെ നാവിനെ ദൈവത്തോടും the power. അസാധാരണമായ ദൈവശക്തി. The power is moving. The power is moving. The power is moving. ദൈവാത്മാവിന്റെ തീകത്തുകയാ. നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. നീ ഇറങ്ങും. നീ വലിയ പ്രസംഗകനല്ല, പക്ഷെ നീ കാല് ചവിട്ട് നടത്ത. തീ കത്തുന്ന നീ കാല് ചവിട്ട് നടത്ത. നിന്റെ കൈ തൊടു നടത്ത. The power of fire. Lord, shall come on, so leave us some arrange, say, them the road of Moses, say, Mama say, like I say. ഇന്ന് രാത്രി ഇതിനകത്തിലെ യോശിയാവുമാർ എഴുന്നേൽക്കട്ടെ. ഇതിനകത്തിലെ യോശിയാവുമാർ പൂജാഗിരികളെ തകർത്ത ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന ചില യോശിയാവുമാർ എഴുന്നേൽക്കട്ടെ. ആത്മാവെന്റെ മേൽ വന്നു. ആമേൻ. യെഹെസ്കേൽ 2:1 അവൻ എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. നടുവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ആത്മാ വന്നാൽ മതി, നിവർന്നോളും. ആത്മാ വന്നാൽ എന്ത് ചെയ്തോളും? അത് ആത്മാവിൻ്റെ ഒരു പ്രക്രിയ. ഏത് വമ്പൻ എന്നെ കാണാൻ വന്നാലും നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നീ എങ്ങനെ നിൽക്കും? നിവർന്നു നിൽക്കും. ഓച്ചാനിച്ച് നിൽക്കണ്ട ആത്മാവ് വന്നാൽ. എന്നാൽ ചിലർ യെഹെസ്കേലിനെ കാണാൻ വന്നപ്പോൾ അവനവിടെ ഇല്ല. 3:12 ആത്മാവ് അവനെ എടുത്തോണ്ട് പോയി. ചിലപ്പോഴൊക്കെ ആത്മാവ് നിവർത്തി നിർത്തും. ചിലപ്പോൾ ആത്മാവ് നിന്നെ സ്പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ട് മാറ്റിക്കളയും. നിന്നെ ശത്രുവിന് കൊടുക്കുന്നില്ല. നിന്നെ തപ്പി വരുന്നവനെ കാണാൻ പറ്റത്തില്ല. ആത്മാവ് നിന്നെ എടുത്തുകൊണ്ട് പോ. ഇന്നെന്തൊക്കെ പറയുന്നിരിക്കരുത്. അഭിഷേകത്തിനകത്ത് വിസ്ഡമുണ്ട്. വിസ്ഡം. അഭിഷേകത്തിനകത്ത് ജ്ഞാനമുണ്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊന്നും എനിക്കുമൊന്നും അറിയില്ല. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 പേരെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ ഈ 12 കൊണ്ട് തുറച്ചോ. അതിൽ ഒണം തൂങ്ങിച്ചത്തു. പിന്നെ മത്യാസ് വന്നു. ഈ 12 നിങ്ങൾക്കൊല്ലം അറിയാമോ? അതിലൊന്ന് തോമസാ. കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ. വേറെ ആൾ അന്ത്രയോസാ. ആ പുള്ളിയുടെ പ്രത്യേകത, ആ പുള്ളിയുടെ അപ്പവും ഇല്ല, അപ്പം മേടിക്കാൻ കാശുമില്ല. പക്ഷെ അപ്പോൾ ഉള്ള പിള്ളേരുടെ നമ്പർ പുള്ളിയുടെ ഉണ്ട്. ആ പുള്ളിയാണ് 5 അപ്പവും 2 മീനും ഉള്ള പയ്യനെ കണ്ടുപിടിച്ചത്. ഇതാണ് 2ാമത്തെ ഉപദേശി, ആൻഡ്രൂസ് ഉപദേശി എന്ന് പറഞ്ഞത്. 3ാമത്തത് യോഹന്നാനാ. 24 മണിക്കൂർ 3.5 കൊല്ലവും യേശുവിനെ മാറിൽ ചാരിക്കിടന്ന് അന്യഭാഷ പറയാം. പുള്ളി കൺവെൻഷന് പോസ്റ്റർ ഒട്ടിക്കാൻ വന്നിട്ടില്ല. ഇതിൻ്റെ ബെഞ്ച് എടുത്തിടാൻ വന്നിട്ടില്ല. ഇതിൻ്റെ കസേര ഇടാൻ വന്നിട്ടില്ല. ഒന്ന് എപ്പോൾ നോക്കിയാലും പുള്ളി അന്യഭാഷ പറഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ആ പുള്ളിയുടെ കയ്യിൽ ആടിനെ ഏൽപ്പിക്കാതെ ഇച്ചിരി എടുത്തിയാട്ടം ഉണ്ടല്ലോ പത്രോസിനെ ഏൽപ്പിച്ചത്. മനസ്സിലായോ? 24 മണിക്കൂർ ഒരു പണിയും ചെയ്യാതെ അന്യഭാഷ പറയുന്നവനെ അല്ല ദൈവത്തിന് ഇഷ്ടം. വല്ലവൊക്കെ ചെയ്യുന്ന പത്രോസിനെ ആ തമ്പുരാൻ ഇഷ്ടം.
ചെല്ലു പറഞ്ഞത് യോഹന്നാൻ വിഡ്ഢിത്തം ഒന്നും പറഞ്ഞില്ലെന്ന്. വർത്താനം പറഞ്ഞിട്ട് വേണ്ട വിഡ്ഢിത്തം വരാൻ. വർത്താനം പറയുന്നവനല്ലേ അബദ്ധം വരും. പത്രോസ് നല്ലപോലെ വർത്താനം പറയുമായിരുന്നു. പത്രോസ് വെള്ളത്തിലോട്ട് ഇറങ്ങാം. പത്രോസ് വെള്ളത്തിലോട്ട് ആ പടകിൽ തന്നെ വേറൊരു 11 ഉണ്ട്. അമ്മാരിത് ഇങ്ങനെ നിൽക്കുക. ഇപ്പം ഇറങ്ങും, ഞാൻ ഇറങ്ങും, ദാണ്ടിറങ്ങി, ആണ്ടിറങ്ങിയില്ല, ഇങ്ങനെ നിൽക്കുക. 11 ഇങ്ങനെ നിൽക്കുക. പത്രോസ് എന്ത് ചെയ്തു? എന്നാൽ ഇവർക്ക് 11 പറയാമല്ലോ, പത്രോസ് കടലാണ്, സൂക്ഷിച്ചിറങ്ങണം. പറയാമോ? മിണ്ടിയില്ല. എന്നാന്നല്ലോ, ഈ കൈക്ക് ഇവൻ തീരുകയെന്ന് തീരട്ടെന്ന് വിചാരിച്ചു. കാരണം ഇവൻ ആളിച്ചൊരു പ്രശ്നമാണ്, മനസ്സിലാകുന്നുണ്ടോ? എല്ലാത്തിനും ഒരു എടുത്തിയാട്ടവും, മനസ്സിലാവും. അവിടെ ഈ കൈക്ക് തീരട്ടെന്ന് വിചാരിച്ചു. തീർന്നോ? ഇല്ല. നീ വിചാരിക്കുന്നുണ്ട് ഈ കൈക്ക് തീരുമെന്ന്. തീരത്തില്ല. നീ ഏതാണ്ടൊക്കെ ചെയ്യുമ്പോ നിന്റെ വിചാരം ഈ കൈക്ക് അങ്ങ് തീരുമെന്ന. തീരത്തില്ല. തമ്പുരാനാണ് വിളിച്ചതെങ്കിൽ തീരത്തില്ലെന്ന്. ആമേൻ. ഞാൻ ഒരു കാര്യം പറയാം. ഈ കൈക്ക് പത്രോസും വെള്ളത്തെ നടക്കും. പത്രോസ് നടക്കാൻ തുടങ്ങി. ഈ 11 ഒരെണ്ണത്തിലെങ്കിലും പറയാറുണ്ടല്ലോ, പത്രോസ് ഞാനും കൂടെ വരട്ടെ. നമ്മളാണ് ചോദിക്കല്ലേ? ചോദിച്ചോ? മിണ്ടിയില്ല. സ്വർഗത്തിലെ തമ്പുരാൻ ദൂതന്മാരോട് പറഞ്ഞു, മിണ്ടാത്ത 11 പേർ, മിണ്ടുന്ന ഒരാൾ എഴുതി വെക്കാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാന്ന് പറയാം. അത് കഴിഞ്ഞ് പത്രോസ് മുങ്ങാൻ തുടങ്ങി. ഒരുത്തര് പറയാൻ, അയ്യോ പത്രോസ് എന്നൊന്ന് വിളിക്കാമോ? വിളിച്ചോ? ഇല്ല. അപ്പോഴും സ്വർഗം പറഞ്ഞു, മിണ്ടാത്ത 11 പേർ, മിണ്ടുന്ന ഒരാൾ. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയാണ് പെന്തക്കോസ്ത് നാളിൽ 10,000 വന്നപ്പം പ്രസംഗിക്കാൻ ഒരാൾ വേണം. തമ്പുരാൻ ചോദിച്ചു, ഈ 12 നല്ലപോലെ മിണ്ടുന്നതാരാ ചോദിച്ചു. പറഞ്ഞു, മറ്റതെല്ലാം മിണ്ടാത്തതാ. യവനാ മിണ്ടുന്നവൻ, അവൻ പ്രസംഗിക്കട്ടെ. വാ തുറക്കുന്ന ആരാധിക്കുന്നവന് ഒരു ശുശ്രൂഷ വരുന്നുണ്ട്. ഒരു ശുശ്രൂഷ വരുന്നുണ്ട്. നീ മിണ്ടിക്കോ. നല്ലപോലെ മിണ്ടുന്നവർക്ക് ശുശ്രൂഷ വരുന്നുണ്ട്. നല്ലപോലെ മിണ്ടിക്കോ. നീ വാ തുറന്ന് ദൈവത്തെ ആരാധിച്ചോ. മിണ്ടുന്നവര്, ആരാധിക്കുന്നവര്, നിനക്കൊരു ശുശ്രൂഷ വരുന്നുണ്ട്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. സമയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ യോശുവ ഈ ഭരണം തുടങ്ങിയപ്പം 2 ദിനവൃത്താന്തം 35:18 ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. 35:18 ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. സമയമില്ല, ഒന്ന് പോകാം. 35:18. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. എല്ലാവരും കേട്ടോ. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. ഇന്നുവരെ നടക്കാത്ത ചിലവ്. ആമേൻ. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇന്ന് വരെ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത ചിലത്. ആമേൻ. ഇന്ന് ദൈവം തെരഞ്ഞെടുക്കുന്ന പുതിയ തലമുറയായ യോശിയാവിന്റെ കാലത്ത് ഇപ്പോൾ ദൈവം എഴുന്നേൽപ്പിക്കുന്ന തലമുറയുടെ പേരാണ് യോശിയാവ്, യോശുവ. ആമേൻ. അവരുടെ പേരാണ് ആസ, അവരുടെ പേരാണ് യഹോശാഫാത്ത്. ആമേൻ. യഹോശാഫാത്ത് ഉൾപ്പെടെ ഒരു പുതിയ തലമുറ, ഒരു പുതിയ തലമുറ. ശമൂവേലിന്റെ കാലം മുതൽ അതിനു മുമ്പുള്ള കാലം മുതൽ ഇന്ന് വരെ നടക്കാത്ത ചിലത്, ആര് കണ്ടിട്ടില്ലാത്ത ചിലത് സംഭവിക്കാൻ പോകുക. 2 രാജാക്കന്മാർ 14-ാം അധ്യായം 2-ാം വാക്യം. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. യോശുവ വാഴ്ച തുടങ്ങുമ്പോൾ 8 വയസ്സ്. 16-ാമത്തെ വയസ്സിൽ അപ്പന്റെ ദൈവത്തെ അന്വേഷിച്ചു. 20-ാമത്തെ വയസ്സിൽ സകല വിഗ്രഹങ്ങളെ ഉടച്ചു. ആമേൻ. ദ്രവ്യം മുഴുവൻ എടുത്തു. ദ്രവ്യത്തിന് വേണ്ടിയല്ല എടുത്ത്, അതിൻ്റെ അടിയിൽ നിന്ന് പ്രമാണം എടുത്തു. ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പെസഹ പെരുന്നാൾ ആഘോഷിച്ചു. പോട്ടെ, ആസ വരുന്നു, 25 വയസ്സ്. ഹല്ലേലൂയ. എനിക്ക് ആസായി ഇഷ്ടപ്പെട്ടത്. സ്തോത്രം. ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ആമേൻ. 14-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം. ഇത് ആള് മറ്റേ യോശുവന്റെ ടൈപ്പ് അല്ല. ആള്
സൂപ്പർ. ആ കാലത്ത് അമസ്യാവ് യേഹൂവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരയച്ചു. സോറി അത് 2 രാജാക്കന്മാർ 14-ാമത്തെ അതിന് 8-ാമത്തെ വാക്യം. 8. പരിചയം കുന്തവും ഉപയോഗിക്കുന്നവർ. ആമേൻ. 14-ാം അധ്യായത്തിന്റെ 6, 7, 8 ഭാഗങ്ങൾ വായിച്ചോ. പരിചയം കുന്തം ഉപയോഗിക്കുന്നവർ 3 ലക്ഷം, വില്ലും ചെറുപരിചയം ഉപയോഗിക്കുന്ന 2,80,000. ആമേൻ. 14-ാം അധ്യായം 11-ാം വാക്യം. 11 വായിച്ചേ. 17-ാം അധ്യായത്തിലോ. ആമേൻ. സ്തോത്രം. ആമേൻ. അല്ല, അത് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ വായിച്ച് 8 മുതൽ. 2 കാലത്ത് അമസ്യാവ് യേഹൂവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് എന്ന ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോവാഷ് യഹൂദ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത്, ലെബാനോനിലെ മുൾപ്പടർപ്പ് ലെബാനോനിലെ ദേവദാരുവോട്. അല്ല, 2 രാജാക്കന്മാരാണോ? 2 രാജാക്കന്മാർ. യെസ്. ആമേൻ. സ്തോത്രം. ആമേൻ. ആ വാക്യം എങ്ങനെയാണ്? പരിചയം കുന്തം ഉപയോഗിക്കുന്നവർ 3 ലക്ഷം, വില്ലും ചെറുപരിചയം ഉപയോഗിക്കുന്നവർ 2,80,000. ആസയുടെ കൂടെ വലിയൊരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു. ആമേൻ. ആസ ഒറ്റയ്ക്കല്ല. ആമേൻ. ഏത് സ്ഥലത്ത് പോയാലും ആമേൻ എല്ലാവരും പരാക്രമശാലികൾ എന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, 25 വയസ്സ് മാത്രം പ്രായമുള്ള ആസ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായി സകല വിഗ്രഹങ്ങളെ ഉടച്ച് ദേശം ശുദ്ധീകരിച്ച് തമ്പുരാന്റെ നാമമഹത്വത്തിനായി ഇറങ്ങി തിരിച്ചപ്പോൾ അവന്റെ കൂടെ വില്ലാളികളായ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, ഒരു തലമുറ ആത്മാവിൽ എഴുന്നേറ്റ് വരുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒരു തലമുറ യുദ്ധത്തിനായിട്ട് ശത്രു കോട്ടകളെ തീർക്കാൻ എഴുന്നേൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനം ആ സൈഡ് കൂടെ നിൽക്കാൻ പോകുക. ഇന്ന് കാണുന്നതല്ല, ഇന്ന് നാം കേൾക്കുന്നതല്ല, എഴുന്നേറ്റ് വരാൻ പോകുന്ന വലിയ കൂട്ടത്തെ ആത്മാവിലൊന്ന് വിഷ്വല് ചെയ്ത് ആത്മാവിലൊന്ന് കണ്ടുകൊണ്ട് തിരുവനന്തപുരം പട്ടണത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനങ്ങൾ ഒന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ലക്ഷങ്ങൾ 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 പങ്കെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ശുശ്രൂഷകൾ. യെസ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സ്തോത്രം. ഒരു കഥാപാത്രത്തോടെ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വന്ന പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യത്തിനും വേണ്ടി വേർതിരിവ. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ 3-ാമത് ഒരു വ്യക്തിയെ കൂടെ നിങ്ങൾ നമ്മൾ കൊണ്ടുവരാം. ആമേൻ. അത് യഹോശാഫാത്ത. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം. ആമേൻ. അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ സ്തോത്രം, അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവ്. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അന്ന് അവൻ എത്ര വയസ്സ്? 35 വയസ്സ്. ഹല്ലേലൂയ. 8 വയസ്സിൽ ഇറങ്ങി 16-ാം വയസ്സിൽ അപ്പൻ്റെ ദൈവത്തെ അന്വേഷിച്ച് 20-ാമത്തെ വയസ്സിൽ വിഗ്രഹങ്ങൾ ഉടച്ചു കളഞ്ഞ യോശിയാവും 25-ാമത്തെ വയസ്സിൽ ദേശത്തെ സകല ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ഉയർത്തിയ ആസായും 35-ാമത്തെ വയസ്സിൽ ദേശത്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് സകല പദ്ധതികളെ തകർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയ യഹോശാഫാത്തും. അവൻ യഹോശാഫാത്ത് യുദ്ധം അങ്ങനെ ജയിച്ചത്.
ഇന്ന് രാത്രി എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. അമ്മേ, അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിച്ച്. യഹോശാഫാത്ത് ആമേൻ, ഈ ആമേൻ പുതിയ തലമുറയിലെ വേദപുസ്തകത്തിലെ 3 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. 1 യോശിയ, 2 ആസ, 3 യഹോശാഫാത്ത്. യഹോശാഫാത്ത് എങ്ങനെ യുദ്ധം ജയിച്ചത്? അവൻ്റെ കൂടെ വില്ലാളികളുണ്ട്, അവൻ്റെ കൂടെ കുന്തങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, അവൻ്റെ കൂടെ വാൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ യുദ്ധം ജയിച്ചത് അങ്ങനല്ല. വായിച്ചേ. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദിയരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത് അല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന് അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി. ആമേൻ. ഈ തലമുറയോട് ഇന്ന് രാത്രി ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയും, നീ ജയിക്കുന്നത് വില്ലുകൊണ്ടല്ല, നീ ജയിക്കുന്നത് കുന്തം കൊണ്ടല്ല, നീ ജയിക്കുന്നത് വാളുകൊണ്ടല്ല, നീ ജയിക്കുന്നത് കോടതിയിൽ കേസ് കൊടുത്തല്ല, നീ ജയിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി അല്ല, നീ ജയിക്കുന്നത് ഗുണ്ടായിസ് നടത്തിയല്ല, നീ ജയിക്കുന്നത് പല്ലിന് പകരം പല്ലല്ല. പകരം ആരാധിക്കാൻ തയ്യാറായാൽ, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായാൽ, ശത്രു നിന്റെ മുമ്പിൽ തോറ്റുപോകുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുക. കൃപയുള്ളവർ ഇന്ന് രാത്രികാലം ഒന്ന് ആരാധിച്ച് തുടങ്ങിയാട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ശത്രു തോൽക്കുന്നത് ആയുധ ബലത്തിലല്ല, ആയോധന കലകളിലല്ല, അഭ്യാസങ്ങളിലല്ല, പകരം ആത്മാവിന്റെ അഗ്നിയിൽ നിറഞ്ഞ് ആരാധിച്ചാൽ സന്തോഷത്തോടെ ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിച്ച ആത്മശക്തിയോടെ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നും അവൻ. നമുക്ക് ആരാധിക്കാം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, അഭിഷേകത്തിനകത്ത് റീഫോർമേഷൻ ഉണ്ട്, അഭിഷേകത്തിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അഭിഷേകത്തിനകത്ത് വിസ്ഡം ഉണ്ട്. അഭിഷേകമുള്ളവൻ സ്വപ്നം വ്യാഖ്യാനിക്കും. ആമേൻ. അഭിഷേകമുള്ളവനേക്കാൾ ജ്ഞാനം വേറെ ആർക്കുമില്ല. ദൈവാത്മാ പറയുന്നു, അഭിഷേകമുണ്ടോ നിനക്ക് ജ്ഞാനമുണ്ട്. അഭിഷേകമുള്ളവരുടെ മേൽ പ്രത്യേക ജ്ഞാനം ദൈവം കൊടുക്കും. ദൈവാത്മാവ് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുകളെ തിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുകളെ തിരിക്കും. പാർലമെന്റിനകത്ത് അന്യഭാഷ പറയുന്നവൻ കയറാൻ പോവാ. കേരള നിയമസഭയ്ക്കകത്ത് ആത്മാവിൽ ആരാധിക്കുന്നവൻ കയറാൻ പോവാ. Come on. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി എബ്രഹാം പ്രവചിച്ചു പറയും, വരുന്ന നാളുകളിൽ ഇന്ത്യയിലെ ഉന്നതന്മാരുടെ കയ്യിൽ ദൈവം ബൈബിൾ കൊടുക്കാൻ പോകുക. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം എടുത്തിരിക്കാൻ പോവാ. ഇന്ന് രാത്രി യോശിയാവ്, ആസ, യഹോശാഫാത്ത്
ഇസ്രായേൽ ഭരിച്ച 39 രാജാക്കന്മാരിൽ ദൈവം ഉപയോഗിച്ച ശക്തന്മാരായവർ. ആമേൻ. അവരുടെ കാലത്ത് ദേശത്ത് റിഫോർമേഷൻ ഉണ്ടായി. റിഫോർമേഷൻ. ആമേൻ. ദേശത്ത് ശക്തമായി റിഫോർമേഷൻ ഉണ്ടായി. ആമേൻ. അഭിഷക്തന്മാർ ഒന്നിച്ചിറങ്ങിയാൽ, ഹല്ലേലൂയ, തിരുവനന്തപുരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കാൻ പോവാം. ആമേൻ. ദേവദാസനെ, ഇത് നമ്മൾ ചെയ്യുന്നതല്ല. പരസ്പരം കൂടാൻ ചിലർക്ക് താല്പര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ, ആമേൻ, ഹല്ലേലൂയ. ഈ യോശിയാവിൻ്റെയും ആസായുടെയും യഹോശാഫാത്തിന്റെ കാലത്ത് 3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, യോശിയാവിൻ്റെ കാലത്ത് ജനം സ്നേഹം കൊണ്ട് ഒന്നിച്ചു. എന്നാൽ ആസായിയുടെ കാലത്ത് ജനം, ആമേൻ, ഐക്യതയിൽ ഒന്നിച്ചു. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നാൽ യഹോശാഫാത്തിന്റെ കാലത്ത് ജനം ആരാധനയിൽ ഒന്നിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. ആമേൻ, ആമേൻ. ഇന്ന് ഇവിടെ ദൈവാത്മാവ് പ്രവചിച്ച് പറയുന്ന ചില സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഈ ദൈവദാസന്മാർ മുഴുവൻ, ജനം മുഴുവൻ സാക്ഷി തിരുവനന്തപുരം കാണാൻ പോകുക. ആയിരക്കണക്കിന് തീ പിടിച്ച അഭിഷക്തന്മാർ തിരുവനന്തപുരം പട്ടണത്തിലൂടെ മാർച്ച് ചെയ്യുന്ന ദിവസം. ആയിരക്കണക്കിന് തീ പിടിച്ച അഭിഷക്തന്മാർ. ഓ, നീ ഒരുമിച്ച് തമ്പുരാന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ പോകുക. ദൈവം ചെയ്യുന്ന ചിലത് നിങ്ങളോട് ചെയ്തെടുക്കാൻ പോകുക. The power of Jesus come out. Yes, shut up. Power of Jesus. Come on, shoot us up.